ഹലോ ഗൈസ്, ഐ ആം അർജുൻ. വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ വ്ളോഗ്. സോ ഗൈസ്, ഇപ്പോൾ സമയം 4 മണിയാണ്, അതിരാവിലെ വെളുപ്പാങ്കാലം. നമ്മളിപ്പോൾ കൊച്ചിൻ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. നമ്മളിപ്പോൾ ട്രിപ്പ് പോവുകയാണ്, കാശ്മീരിലോട്ട് പോവുകയാണ്. ലൈക്ക് ഇങ്ങനെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. രാവിലെ നൈറ്റ് മൊത്തം ഉറങ്ങിയിട്ടില്ല. സോ നമ്മൾ കാശ്മീരിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ ഡേ ബൈ ഡേ ആയിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇന്ന് അതിൻ്റെ ഡേ 1. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റാണ്, ട്രാൻസിറ്റ് ഉണ്ട്. ഇവിടുന്ന് ഡൽഹി ടു ശ്രീനഗർ. അപ്പോൾ ഇവിടുന്ന് അധികം ഷോട്ടില്ല. പക്ഷേ ഒരു സംഭവം ഞാനെന്ന് വെച്ചാൽ അവിടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് സൺറൈസ് കാണാൻ പറ്റും. ഇനി വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. എനിവേസ്, ഐ ആം സോ ഡാം എക്സൈറ്റഡ് ഫോർ ദ ട്രിപ്പ് ഗൈസ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ നിന്നപ്പോൾ ഒരു ഫ്ലൈറ്റ് കണ്ടു. ഇതാണ് നമുക്ക് കയറേണ്ട ഫ്ലൈറ്റ് എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ നല്ല രസമുണ്ട്, നമ്മൾ അടിപൊളിയായിട്ടുണ്ട്. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ഇത്ര അടുത്തുനിന്ന് ഫ്ലൈറ്റ് വേറെ കയറുന്നതിന് മുമ്പേ കാണുന്ന വൺവേ മൊത്തമുണ്ട്. ഗ്ലാസ് ഇവിടെ ഈ ലെയറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. 4:30 ബോർഡിങ് തുടങ്ങും. എനിവേസ്, വ്ളോഗ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇതാ ഇവിടെ എൻ്റെ അനിയുണ്ട്. പറ. നല്ല ഉറക്കക്ഷീണമുണ്ട്, ഉറങ്ങിയിട്ടില്ല. അപ്പം അങ്ങനെ വ്ളോഗ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം എങ്ങനെയെങ്കിലുമൊക്കെ. സൺറൈസ് കാണിച്ചു തരണമെന്നുണ്ട് ഫ്ലൈറ്റിൽ നിന്ന്. നോക്കാം, അങ്ങനെ ശ്രമിച്ചു നോക്കാം ഗൈസ്. എനിവേസ്, ഫ്ലൈറ്റ് ബാക്കിൽ അടിപൊളിയായിട്ടുണ്ട്. സോ ഗൈസ്, എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. അതിൻ്റെ വിഷമമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. വിൻഡോ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് എന്താണെന്ന് പറയാം, നിങ്ങൾക്ക് ആ സൺറൈസും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. എൻ്റെ അടുത്ത ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഞാൻ കുറേ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ വിൻഡോ സീറ്റ് കിട്ടിയില്ലെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കട്ട് ചെയ്ത് വോയിസ് ഓവർ ആക്കിയിരിക്കുകയാണ്. എനിവേസ്, സോ നമ്മൾ പോയത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അകത്തായിരുന്നു. എയർ ഇന്ത്യ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. എയർ ഇന്ത്യ കയറണം ഒരു വൺസ്. എന്തുകൊണ്ടും ഇൻഡിഗോയെക്കാട്ടി നല്ലതായിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. സീറ്റ് ആയിക്കോട്ടെ, അവിടുത്തെ ഡ്യൂറബിലിറ്റി ആയിക്കോട്ടെ, സീറ്റിൻ്റെ കംഫർട്ട് ആയിക്കോട്ടെ, പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ലെഗ് സ്പേസ്, ലെഗ് റൂം കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, നമ്മളങ്ങനെ ഡൽഹി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വിശാലമായ ഡൽഹി എയർപോർട്ട്, ഏക്കർ കണക്കിനുള്ള എയർപോർട്ട് അല്ലേ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം, കാപ്പി കുടിയുണ്ട്. ഡൽഹി എയർപോർട്ടിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ലേ? ഞെട്ടിപ്പോയി അല്ലേ. അവിടെ വന്നോളൂ. ഇൻഡിഗോ വിമാനം, ഇൻഡിഗോ, എയർ ഇന്ത്യ, അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് കാണാത്ത സിംഗപ്പൂർ എയർലൈൻസ്, ബ്രിട്ടീഷ് എയർവേസ്, പിന്നെ പല ബോയിങ് ആണെന്നോ, അത് എയർബസ് അല്ല, ബോയിങ് വലിയ വിമാനങ്ങൾ ഒക്കെ ഇതിൽ കാണാൻ പറ്റി. കുറേ ദൂരം കറങ്ങി തിരിഞ്ഞൊക്കെയാണ് ഇവിടെ വന്നത്. എനിവേസ്, ഇനി പോയി ഫുഡ് കഴിക്കണം. കുറച്ചായിട്ട് അതിൻ്റെ അനുസരിച്ച് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ അകത്തോട്ട് കയറാൻ പോവാണ്. നമുക്ക് ബാഗേജ് റീക്ലെയിം ഇല്ല. നമുക്ക് ശ്രീനഗറിൽ എത്തിയിട്ട് ഉള്ള റീക്ലെയിമേ ഉള്ളൂ. അവിടെ നിന്ന് എടുത്താൽ. സോ ഗൈസ്, ഡൽഹി എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഡൽഹി എയർപോർട്ടിൽ കണക്ഷൻ ഫ്ലൈറ്റാണ്. അതായത് ഇവിടുന്ന് ശ്രീനഗർ അങ്ങനെയാണ്. അവിടെ എത്തുമ്പോൾ ഒരു 1:40 ആവും. അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അവിടുത്തെ ഫ്ലൈറ്റിന് കയറാം. ഒരു 1 hour 2 hour കണ്ട് ഇവിടെ ലേ ഓവർ ഉണ്ട്. സോ അങ്ങനെ ചെയ്യാം. അപ്പം ഡൽഹി എയർപോർട്ടിന് മുമ്പ് ഞാൻ ഒരിക്കൽ ഡൽഹി വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമുക്ക് ഫ്ലൈറ്റ് 10:15 ഇപ്പോൾ 9:20. അപ്പോൾ അതിന് ഫുഡ് കോർട്ടിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് ബ്രഞ്ച് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട്, സ്നാക്സ് പോലെ എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒടുക്കത്തെ തിരക്കാണ്. ലെറ്റ്സ് ഗോ. ബാക്കി പിന്നീട് കണ്ടിന്യൂ ചെയ്യാം, കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. വേറെ ആൾക്കാർ, നമ്മളെ കൂടെ വന്ന വേറെ ആൾക്കാർ വേറൊരു ഫ്ലൈറ്റിലാണ്. അവരെന്ത് ഫ്ലൈറ്റ് നേരത്തെയാണ്. അപ്പം നമ്മളെ ഫ്ലൈറ്റ് അതാണെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നേരത്തെ എത്തുമെന്ന്, 5 മിനിറ്റിൽ ബോർഡിങ് ക്ലോസ് ആവുമെന്ന് പറഞ്ഞ് ഓടി. പക്ഷെ നമ്മളെ ഫ്ലൈറ്റ് ഇതായപ്പോൾ 10 മണി ആയിട്ടുള്ളൂ. 10:55 എടുക്കണം. അപ്പോൾ ഇനി സമയമുണ്ട്. അപ്പം അവിടെ ഈ ഡൽഹി എയർപോർട്ട് ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് എയർപോർട്ടാണ്. അപ്പോൾ ഒരുപാട് ഓടി മുകളിലത്തെ ഗേറ്റിൽ നിന്ന് കുറേ ഗേറ്റുണ്ട്. കുറേ ഗേറ്റിൽ നിന്ന് ഇവിടെ താഴോട്ടെത്തി. ഇതാണ് ഗൈസ് വെൻഡിങ് മെഷീൻ, മിനിറ്റ് മേഡ് അതൊക്കെ ഉണ്ട്. നമ്മൾ വാങ്ങിച്ചാൽ
ഒരു മിനിറ്റിന് 133 രൂപ. വേണ്ട, മണി ഈസ് പ്രഷ്യസ്. എന്തൊക്കെയായാലും ഗൈസ്, വിൻഡോ സീറ്റ് കിട്ടിയില്ല ഗൈസ് കഴിഞ്ഞ ഫ്ലൈറ്റിൽ. ഇനി വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഞാൻ നല്ലൊരു കിടിലായിട്ട് സംഭവം ചെയ്തുതരാം. ഇന്ന് നമ്മൾ ശ്രീനഗറിലാണ് പോകണമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഓരോ ഡേയും ഇങ്ങനെ ഓരോ ഇതായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിവേയ്സ്, എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഓക്കെ, മുടി സെറ്റാക്കി വെച്ചു. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ബോഡി ചെയ്യണം. ഈ ബോഡി ചെയ്ത ഫ്ലൈറ്റ് ജമ്മുവിലോട്ടോ, ജമ്മു നമ്മൾ ഇറങ്ങണ്ട, ഫ്ലൈറ്റ് ജസ്റ്റ് എയർപോർട്ടിൽ അവിടെ നിന്ന് നേരെ ശ്രീനഗർ ഒരു 1:40 ആകുമ്പോൾ എത്തും. അപ്പം ഞാൻ നേരത്തെ എപ്പോഴും പറയാറുള്ള പോലെ ഏതാണ്ട് വ്ളോഗ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഗൈസ്. സോ ഇനി ബോർഡൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ശ്രീനഗറിലോട്ടുള്ള ഫ്ലൈറ്റിലോട്ട് കയറി. അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്ന വിമാനം ഡൽഹി ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ റൺവേയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ജമ്മുവിലേക്ക് പോവുകയാണ്. ഞാൻ പറയാൻ വിട്ടുപോയി, ഈ ഫ്ലൈറ്റ് ആദ്യം ജമ്മുവിലോട്ട് പോയിട്ടാണ് ശ്രീനഗറിലോട്ട് പോകുന്നത്. ഒരു ട്രാൻസിറ്റൊക്കെ പോലെ ജമ്മു എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ മതി. അവിടെ നിന്ന് നമ്മൾ ശ്രീനഗറിലോട്ട് ഇറങ്ങിപ്പോയാൽ മതി. പതുക്കെ ഡൽഹി എന്ന മഹാനഗരത്തോട് നമ്മൾ വിട പറയുകയാണ്. ഇന്ത്യയുടെ തലസ്ഥാനം. അവിടെ നിന്ന് നോക്കുമ്പോൾ റോഡുകളും ഫ്ലൈ ഓവറുകളും ബൈപ്പാസുകളും, എന്തിനാണ് പറയുന്നത്, ഔട്ടർ റിംഗ് റോഡുകളും അമ്പരച്ചുംബികളും വെറും ഉറുമ്പിനോട് സമമായിട്ടാണ് എനിക്ക് തോന്നിയത്. എത്രയോ കെട്ടിടങ്ങൾ, അമ്പരച്ചുംബികളെല്ലാം ഒരു ഉറുമ്പിൻ്റെ, കേവലം ഒരു ഉറുമ്പിൻ്റെ സമമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയേ ഉള്ളൂ ഈ ലോകം എന്ന് നമുക്കൊരു വിമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ എന്താ പറയുക, ജമ്മുവിലോട്ട് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മളെ കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ നമ്മൾ ഇറങ്ങണ്ട. അവിടെ നിന്ന് നമ്മൾ ശ്രീനഗറിലോട്ട് പോകും. അവിടെ ജമ്മുവിലോട്ട് നമ്മൾ ടച്ച് ഡൗൺ ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, നമ്മളെ ശ്രീനഗറിലോട്ട് പോകുന്ന ആയതുണ്ടല്ലോ, ആ മൗണ്ടൻസ് അത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ വെച്ചാണ് പതിയെ നമ്മൾ ജമ്മുവിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജമ്മുവിലോട്ട് ട്രാൻസിറ്റ് ഉണ്ട്. അത് ഡൽഹിയിൽ നിന്ന് ജമ്മുവിലോട്ട് പോയി ജമ്മുവിൽ നിന്ന് എന്നിട്ട് ശ്രീനഗറിലോട്ട് പോകും. കാരണം അത് നമുക്കെന്താണെന്ന് വെച്ചാൽ ജമ്മുവിൽ നമുക്ക് കുറച്ച് നേരം കിടന്നിട്ട് ശ്രീനഗറിലോട്ട് പോകാൻ പറ്റും. താഴോട്ട് നോക്കുമ്പോൾ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്ന പല പർവ്വത നിരകൾ കാണാം. കുറച്ചുകൂടി അടുത്തോട്ട് പോയപ്പോൾ മഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന പർവ്വത നിരകൾ കാണാം. നല്ല മഞ്ഞിൽ ആകാശവും നമുക്ക് കാണാം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ജമ്മു എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ജമ്മു എയർപോർട്ടിൽ ലാൻഡായ സമയത്തുള്ള അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അത് ജമ്മു ശ്രീനഗർ എയർപോർട്ടൊക്കെ ഡിഫൻസ് എയർപോർട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തായാലും മഞ്ഞിൽ പുതഞ്ഞു കിടക്കുകയാണെല്ലാം. സോ ഗൈസ്, നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൽ ഫൈനലി എത്തിയിരിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി നമ്മളുടെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. നമ്മളെ വണ്ടി നമ്മൾ ഡ്രൈവർ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തന്നെ കാശ്മീർ അല്ലെങ്കിൽ ശ്രീനഗറിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടിയെന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള റോഡുകളും നമ്മൾ പോയ സമയത്ത് തന്നെ നല്ല ചാറ്റൽ മഴയും, എന്ന് വെച്ചാൽ ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. സോ ചെന്നിറങ്ങിയ ദിവസം തന്നെ കാശ്മീരി ലോക്കൽ ഫുഡ് കഴിക്കാൻ പറ്റി. അതെന്ന് പറയുന്നത് കബാബാണ്, മട്ടൻ്റെ ഷീഖ് കബാബാണ്. പിന്നീട് എന്ന് പറയുന്നത് ഇതൊക്കെ റൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൽ മറ്റൊരു ഓറഞ്ച് ഉള്ളി നമ്മൾ സലാഡ് എടുത്തിട്ടുണ്ട്. അത് മട്ടൻ റോഗൻ ഗോഷ് എന്ന് പറഞ്ഞാൽ മട്ടൻ്റെ ഒരു വിഭവമാണ്. ഇത് മട്ടൻ മീറ്റ് ബോളാണ്. മറ്റേത് മട്ടൻ്റെ ഒരു കുറുമ പോലത്തൊരു കറിയാണ്. എനിവേയ്സ്, മട്ടനൊക്കെ ചെമ്മരി ആടായതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ കബാബും ഒക്കെ കൊള്ളായിരുന്നു. സോ ഗൈസ്, നമ്മളപ്പോൾ മുഗൾ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ദാൽ ലേക്ക് വരുന്നത്. ദാൽ ലേക്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. ഇതാണ് ദാൽ ലേക്ക്. നല്ല രസമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞ് പോകാൻ. ഇനി ഇവിടെ മുഗൾ ഗാർഡനിലേക്ക് ഇറങ്ങാൻ. ഇതൊരു ഗാർഡനാണ്. ഞാൻ ചെറിയ രീതിക്ക് കാണിച്ചു തരാം. പൂക്കളൊക്കെ തന്നെ എന്നാലും കാണിച്ചു തരാം. ഒന്ന് റോസസ്, അങ്ങനെ റോസ് കുറച്ച് ചെടികൾ, വെറൈറ്റി ഓഫ് റോസസ്, അങ്ങനെ പല കളർ ഓഫ് റോസസ് ആണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. വേറെ ലെവൽ. ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല കളർ, വേറെ മൾട്ടിപ്പിൾ കളർ. അത് നോക്ക് ഗൈസ്, ബ്ലൂ. അവിടെ നിന്ന് നോക്കിയാൽ മൗണ്ടൻസ് കാണാം. മൗണ്ടൻസ്. ആ നീല പൂ ഏത് പൂവാണെന്ന് പറഞ്ഞോളാം. പക്ഷെ അത് നല്ല രസമുണ്ട് കാണാൻ.
ഇവിടെ കൂടുതൽ റോസസ്സാണ് ഉള്ളത്. അവിടെ കൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. അവിടെ നമുക്ക് ദാൽ ലേക്ക് കാണാം. ഈ കാരണം മുഗൾ ഗാർഡൻ ദാൽ ലേക്കിൻ്റെ ഓപ്പോസിറ്റാണ്. അവിടെ ഇങ്ങനെ ദാൽ ലേക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽപ്പുണ്ട്. യെസ്, മോളിൽ കയറി നമ്മൾ മോളിൽ കയറുക. എത്ര ഉണ്ട് ഇത് മൊത്തം കാണിക്കാനുള്ള ആംബിയർ എനിക്കില്ല. ഞാൻ നല്ല ടയർഡാണ്. കാരണം 2 ഫ്ലൈറ്റ് കയറി വന്ന ഒന്നുമില്ല ഗൈസ്. ഇങ്ങനെ പൂ അങ്ങനെ പല റോസൊക്കെ ആണ് കൂടുതൽ, വേറെ ഒന്നുമില്ല. മുകളിൽ മല കാണാം. അങ്ങനെ ഇനി നമ്മൾ ഒരു ഗാർഡനിലൂടെ പോകും. ഇനി അതിലുള്ള വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അതും കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം നാളെ ഡേ 2. അപ്പം ഇന്ന് എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങിയത് മെനങ്ങിയതാണ് ഗൈസ്. ഞാൻ ഇന്നലെ ട്രെയിനിൽ നിന്ന് ഉറങ്ങിയിട്ടില്ല, ഫുൾ ഉറങ്ങിയില്ല. ബാക്കി എല്ലാവരും ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. പിന്നെ 2 ഫ്ലൈറ്റ് മാറിക്കയറി. അങ്ങനെ വല്ലാത്ത ക്ഷീണമാണ്. എനിവേയ്സ് നല്ലൊരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഭയങ്കര ക്രൗഡ് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവന്മാർ ഭയങ്കര ഹോൺ അടിയാണ്. ഒരുത്തരം ഡ്രൈവിങ് പറഞ്ഞുകൂടെ ഒന്നും പറഞ്ഞുകൂടെ. അമ്മാരൊക്കെ റോഡിൻ്റെ നടുക്കൂടെയൊക്കെയാണ് നടന്നോളാം. പിന്നെ ചുമ്മാ ബഹളം ഉണ്ടാക്കി കിടക്കും. അതൊക്കെ ഉള്ളൂ. പിന്നെ ഇറ്റ്സ് എ പാരഡൈസ് ഓൺ എർത്ത്. പിന്നെ ഡേ 1 ആണ്. മഞ്ഞുള്ള സ്ഥലമൊന്നും നമ്മൾ വന്നില്ല. പക്ഷെ ചെറുതായിട്ട് വെള്ള വീഴും. ഞാൻ അങ്ങനത്തെ അവനെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എല്ലായിടത്തും റോസ് റെപ്പറ്റീഷൻ. സോ അടുത്ത ഗാർഡനിൽ എങ്ങനെയുണ്ടോ അങ്ങനെ നോക്കി പോകാമെന്ന് വെച്ചു. ഓക്കെ ഗൈസ്. സോ ഗൈസ്, നമ്മൾ ആ സെക്കൻഡ് ഗാർഡനിലോട്ട് പോകില്ല. നമ്മളതിനെ ടയർഡാണ്. അപ്പോൾ ഗാർഡനിലോട്ട് പോവുകയാണ്, അല്ല റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ദാൽ ലേക്കിൻ്റെ ഇവിടെ നിന്നുള്ള ഒരു ജട്ടിയാണ്. അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വ്ളോഗ് എൻഡ് ചെയ്യാൻ പോകണം ഗൈസ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ ഡേ 2 ആയിട്ട് ഞാൻ വരും. അപ്പം ബൈ ഗൈസ്. അണ്ടിൽ ദെൻ ദിസ് ഈസ് മീ ആത്മജാർ സൈനിങ് ഔട്ട്. എക്സ്ചേഞ്ച് ഓഫ് പ്ലാൻസ് മുഗൾ ഗാർഡനിലോട്ട് വന്നിരിക്കുകയാണ്. അടിപൊളിയാണ് ഗൈസ്. ഞാൻ വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ ഫൗണ്ടൻ ഇങ്ങനെ ഇതാണ് സൈഡ്. ഇവിടെ മൊത്തം അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. വേറെ ലെവൽ. ഇവിടെ വരണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്, പക്ഷെ ഇവിടെ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വേറെ ലെവൽ സീൻ ഗൈസ്. ഈ വെള്ളച്ചാട്ടം, ഈ വെള്ളം എൻ്റെ ദേഹത്തോട്ട് തെറിക്കുന്നുണ്ട്. അടിപൊളിയെന്ന് വെച്ചാൽ നല്ലൊരു കൂൾ ക്ലിൻസിങ്. പിള്ളേരൊക്കെ അവരോടെ നടക്കണുണ്ട്. പക്ഷെ അതിൽ കൂടെ പോയാൽ നനഞ്ഞ് പരുവാവും. അടിപൊളി, വേറെ ലെവൽ ഗൈസ്. നല്ല ചില്ലിങ് വെതറും ആ സ്ട്രക്ചറൊക്കെ കണ്ടില്ലേ ഗൈസ്. അടിപൊളിയായിട്ട്. അടിപൊളിയെന്ന് വെച്ചാൽ വേറെ ലെവൽ. മഴ പെയ്യുന്ന ലെവൽ സൗണ്ടും സാധനവും ഒക്കെയാണ് കൊടുത്തിരിക്കണം. ഞാൻ മറ്റേ വ്യൂ കാണിച്ചത്. അവിടെ കണ്ടില്ലേ, അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് വേറെ ലെവൽ. എക്സലൻറ്റ് ഗൈസ്. ഇവിടെ മൊത്തം വേറെ ലെവൽ സീൻ. ഇനി അങ്ങോട്ടുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. ഓ ഗൈസ്, ഇവിടെ ഫോട്ടോ എടുത്ത് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അതായത് പറഞ്ഞ പോലെ അവിടെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വ്യൂ. ഞാൻ അവിടെ നിന്ന് മറ്റേ എൻ്റെ ഫേഷ്യൽ വ്യൂ കാണിച്ചത്. അത് ഇവിടെ നല്ല കൂളിങ് അറ്റ്മോസ്ഫിയറാണ്. വേറെ ലെവൽ. ആൾക്കാർ അവിടെ കൂടെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ കാര്യം പറഞ്ഞില്ല ഗൈസ്. ആദ്യം ഞാൻ ഇവിടെ വരില്ല എന്ന് വിചാരിച്ച് വ്ളോഗ് എൻഡ് ചെയ്യാൻ വരെ പോയതാണ് ഇന്നത്തെ വ്ളോഗ്. ഇന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ മാൻ, ദിസ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്, ബെസ്റ്റ് ഡേസ് ഓഫ് മൈ ലൈഫ്. അടിപൊളിയെന്ന് വെച്ചാൽ വേറെ ലെവൽ. ഇനി അങ്ങോട്ട് ആ വെള്ളച്ചാട്ടം ഫൗണ്ടൻ ഉണ്ട്. അടിപൊളിയെന്ന് വെച്ചാൽ ഗൈസ്, കാശ്മീരിൽ ഇതുവരെ കണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ ഒരു ചെറിയ ഗാർഡനുണ്ട്, മുഗൾ ഗാർഡൻ്റെ. അതെന്ന് പറഞ്ഞാൽ അത് വലിയ ലുക്കില്ലായിരുന്നു. ഞാൻ കാണിച്ചില്ല ഇതിന് മുമ്പ്. അതൊരു ലുക്കില്ല. അത് കണ്ടിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്തത്. എനിവേസ് അടിപൊളി സീനായിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇതാണ് അവിടെ. അവിടെ ചാടി വരുന്നു. കാണിച്ചു തരാം. അടുത്ത മല അവിടെ നിൽപ്പുണ്ട്. വെള്ളം ചാടുന്ന ഉള്ളു പോയ വീഴും. നല്ല ആഴമുണ്ട്. എനിവേസ് ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട്. വേറെ ലെവൽ. ഒരു സെൽഫി എടുക്കാൻ ട്രൈ ചെയ്യാം. ഇത് കണ്ട അതിനൊന്ന് അടുക്കാണ് ചെയ്യണം. ഇവിടെ വെള്ളം. ഇവിടെ വേറെ ലെവൽ ഗൈസ്.
ഇത് നിങ്ങളിവിടെ വന്ന് എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് അങ്ങോട്ട് പോട്ടെ. ഇവിടെ വന്ന് ഇതിൻ്റെ ബ്യൂട്ടി അറിയണം. ആ ലെവൽ സാധനമാണ്. എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മിനിയേച്ചർ വർഷമാണ്. മിനിയേച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ തന്നെ വേറൊരു ഇത് മുഗൾ ഗാർഡൻ്റെ. ഇത് മുഗൾ ഗാർഡൻ ഷാലിമാർ ഗാർഡനാണ്. അപ്പോൾ അത് മറ്റേ അതിന് മുമ്പുള്ള സംഭവം വെച്ചിട്ട് ഞാൻ ജഡ്ജ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. അപ്പം ഇതിൻ്റെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തോ ഞാൻ അറിഞ്ഞ വെച്ച് ഒരു മുഗൾ രാജാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത ഒരു ഗാർഡനാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇതാ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പോസ് ചെയ്ത് വായിച്ചോ. ഞാൻ അങ്ങനെ ഫോട്ടോ ഇടയ്ക്കെടുക്കും, ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുക എൻ്റെ ഫോട്ടോസ്. പക്ഷേ ഞാൻ കൂടുതൽ സെൽഫി ഗൈയാണ്. എനിക്ക് സെൽഫി എടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഒരു ഇഷ്ടം, സെൽഫി എടുക്കുക. അധികം ഫോട്ടോ എടുക്കാറില്ല, ഞാൻ തന്നെ എടുക്കുന്ന എൻ്റെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ ഒരു സാധനമാണ് എനിക്കിഷ്ടം. എനിവേസ് ഗൈസ് വാട്ട് എ ബ്യൂട്ടി ഇറ്റ് ഈസ്. ഇവിടെ എന്തോ ഷോപ്പുണ്ട്, പെണ്ണുങ്ങളെ ചുരിദാർ അങ്ങനത്തെ കാര്യങ്ങൾ. അതാണെന്ന് തോന്നുന്നു. എനിവേസ് സോമട്ടെ ഇത് വന്നിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം അതിൻ്റെ ചെറിയ ഫൗണ്ടൻ്റെ ആ സംഭവം കുറഞ്ഞു വന്നു. അതെന്താണെന്ന് അറിഞ്ഞുള്ള സമയം ആവാറായോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6:30 ആയിട്ടുണ്ട്. അതാണോ എന്ന് അറിയത്തില്ല, ഈ സമയക്രമങ്ങൾ എനിക്ക് അറിയത്തില്ല. അവിടെയും ആ ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലത്തെ ആ ഒരു സംഭവമുണ്ട്. അത് കുറച്ചുകൂടി എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. അത് അപ്പുറത്തുണ്ട്. അവിടെ എന്തോ ഒരു ബിൽഡിങ്, ഒരു കെട്ടിടം തന്നെ ഉണ്ട്. അവിടെയൊക്കെ കണ്ടില്ല എന്തോ കോട്ട, ഞാൻ കാണിച്ചു തരാം. അതായത് അവിടെ ഒരു കോട്ട പോലത്തെ ഒരു സ്ഥലമാണ്, കണ്ടില്ല ഗൈസ്. ഇതിൻ്റെ ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഇൻഡിപെൻഡൻറ്റ് ബിൽഡിങ്സ് ആവണം. എനിവേസ് എവിടെ ഇവിടെ ഇവിടെ അടുത്തത് കാസ്കേഡ് വാട്ടർഫോൾ. അങ്ങനെ ഇവിടെ ഫുൾ ഈ ചെടികൾ കാര്യങ്ങൾ, ചെടികളുടെ പൂക്കൾ കാര്യങ്ങൾ, അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നല്ല ടയേർഡാണ്. എന്നാൽ പോലും ഇത് നമ്മുടെ ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്കിൻ്റെ കാര്യം പറഞ്ഞവരാണ്. അവിടെ പോകാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. 200 ഏക്കറുണ്ട്, എന്നാലും നമ്മൾ പോകുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു മാജിക് എന്ന് പറഞ്ഞത്, നേച്ചറിൻ്റെ ഒരു ബ്യൂട്ടി. ഇവിടെ പോവുകയാണ്, ഇവിടെ ആൾക്കാർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ച് പോവുകയാണ്. എന്താവും നമ്മളെ ചുറ്റും വെള്ളമാണ്. ലെറ്റ് മീ ട്രൈ. യെസ് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ അമ്മനെ വേറെ ലെവൽ. ആൾക്കാർ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോലും അടിപൊളി എന്തോ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് എന്തോ ഉണ്ട്, അവിടെ ഒരു കാണിച്ചു തരാം. അടിക്കും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. തണുപ്പെന്ന് വെച്ചാൽ വേറെ ലെവൽ തണുപ്പ്. തണുപ്പെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തണുപ്പാണ്, ഒരു രക്ഷയില്ല. അടിപൊളിയായിട്ട് നല്ല നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ കൂൾ ചെയ്യുന്ന വൺസ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കാശ്മീർ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുഗൾ ഗാർഡൻ ഷാലിമാറിൽ വരണം. അടിപൊളിയാണ്, വേറെ ലെവൽ. നമ്മൾ കട്ടായല്ല ഡൈവേർട്ട് ചെയ്തത്. അത് ബാത്റൂം ബ്രേക്കിന് പോകണമെന്നുണ്ടായി, ബാത്റൂമിൽ പോകണമെന്ന്. അങ്ങനെ എനിവേസ് ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേർണി. വെരി ബ്യൂട്ടിഫുൾ. ഇവിടെ കൂടെ കയറി. ഇതാണ് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, ആ സ്ട്രക്ചർ. അവിടെ ഉള്ള ആ സ്ട്രക്ചർ എന്താണെന്ന് എനിക്ക് അറിയാം ഗൈസ്. അവിടെ മുമ്പ് കാണുന്ന ആ സ്ട്രക്ചർ എന്താണെന്ന് കണ്ടുപിടിക്കണം എനിക്ക്. അങ്ങറ്റം വരെ പോകും. എന്തായാലും അടിപൊളി സ്ഥലം. ഇതിൻ്റെ സൈഡ് നോക്കിയാൽ ബാക്കിൽ മലയാണ് കണ്ട, എൻ്റെ തലയ്ക്ക് മീതെ. അടിപൊളി. ഇങ്ങനെ നമ്മൾ പോവുകയാണ്, ഒരു അന്തവും കുന്തവും ഇല്ല. നല്ല നേച്ചറിൻ്റെ ബ്യൂട്ടിയും സമാധാനമായിട്ടൊക്കെ അങ്ങ് പോവുകയാണ്. ആ ഫൗണ്ടൻ നിർത്തിയെന്ന് തോന്നുന്നു. പക്ഷെ ആ കാസ്കേഡ് വാട്ടർഫോൾ ഇപ്പോഴും ഉണ്ട് ഗൈസ്, കണ്ടില്ലേ? അവിടെ കണ്ട ബ്ലൂ കളറായിട്ട് നല്ല കിടില്ല. അവിടെ കോട്ട കണ്ട, അത് വേറെ ബിൽഡിംഗ് ആവും. എനിവേസ് അങ്ങ് അറ്റം വരെ അവിടെ
ഈ കാസ്കേഡ് വാട്ടർഫോൾ എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാസ്കേഡ് എന്നാണ് വിളിക്കുന്നത് പറഞ്ഞോളാം, പക്ഷെ നിങ്ങൾക്ക് സാധനം മനസ്സിലായില്ലേ, ആ ലെവൽ ഓഫ് സാധനം. അവിടെ എന്തോ പണി നടത്തുന്ന ടൈപ്പ് ഒരിതാണ്. എന്തായാലും അവിടെയും കൂടെ പോയി നോക്കാം, എന്താണെന്ന് അറിയണമല്ലോ. ഇനി നമ്മൾ ഉടനെയൊന്നും ഇവിടെ വരില്ലല്ലോ, അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്, ഇവിടെ കൂടെ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോവാം. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞിച്ചേക്കാം, നന്നാവും. അവിടെ ഇതിൻ്റെ എന്തോ ബാക്കിയാണ് അവിടെ നടക്കുന്നത്, മനസ്സിലായില്ലേ? അതായത് ക്യൂൻസ് പവിലിയോൺ, അതാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഒരു പട്ടി വരുന്നുണ്ട്, പോയി. പട്ടികളൊക്കെ ഭയങ്കര തലവേദനയാണ്. എനിവേസ് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമോ അറിയില്ല, അതുവരെ പടിയുണ്ട്. ഇനി അവിടെ നിന്ന് കട്ട് ചെയ്ത് പുറത്തൂടെ കാണാം. ആ പുല്ലൊക്കെ എന്ത് ശാന്ത. കുറച്ചുകൂടെ ടൈമുണ്ട്, എന്താ അവിടെ എന്തോ പണിയുന്നുണ്ട്. കുറച്ചുകൂടെ ടൈം നമുക്ക് കുറച്ച് ലിമിറ്റഡാണ്. നമുക്ക് റൂമിൽ പോകണം. ഇവിടെ കാസ്കേഡ് വാട്ടർഫോളൊക്കെ നിന്ന്, അപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത്. പക്ഷേ ഇത് ഞാൻ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻ മൈ ലൈഫ് ആൻഡ് ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഇവിടെ ഒരുമാതിരി പൊട്ടിയൊക്കെയാണ് ഇരിക്കണത് കാറ്റിൽ. എന്താവും എങ്ങനെയെന്ന് നമ്മളിവിടെ വേഗം പോവാം. ഓക്കെ, ഇവിടെ നിന്ന് ക്ലോസ് ചെയ്തു. എനിവേസ് അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ഞാൻ നേരത്തെ എന്താ പറയുക, അവിടെ വെച്ച് വ്ളോഗ് ഡിസ്കണ്ടിന്യൂ നിർത്താം എന്ന് വെച്ചാണ്. പക്ഷേ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാനിപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു, ഇന്ന് ലൈക്ക് ഞാൻ ഇത് വന്ന് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംഭവം ഇത് തന്നെയായിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മളെ കൂടെ വന്ന ചില ആൾക്കാർ അവർക്ക് ടയേർഡാണ്, വേറെ ഒന്നുമല്ല, അവർ ടയേർഡായി ജേണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഞാനും ടയേർഡായി. ഞാൻ ആദ്യം വെള്ളം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അവർക്ക് ടയേർഡായി. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു മിസ്ഡ് ആയിട്ടുള്ള ചാൻസ് ആയിട്ടാണ് തോന്നുന്നത് അവർക്ക്. ലൈക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് അതാണ് ഗൈസ്, ഇതാണ് ഡേ 1. നമ്മൾ ഇന്ന് വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഇതാണ് ഡേ 1 ഓഫ് അവർ കാശ്മീർ ട്രിപ്പ്. ഇനിയും പല കണ്ടൻറ്റ് വരാറുണ്ട്, പല ഡേയ്സ് ആയിട്ട് വരാറുണ്ട്. എനിവേസ് ഇത്രയൊക്കെയായിരുന്നു ഗൈസ് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചത്. ഇനി ഈ വ്ളോഗ് കണ്ടിന്യൂ ഈ സീരീസ് കണ്ടിന്യൂ, കാശ്മീർ ട്രിപ്പ് സീരീസ്. എനിവേസ് മറ്റൊരു പുതിയ വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടാം. അതുവരെ ആത്മജന സൈനിങ് ഔട്ട് ആൻഡ് യു ആർ വാച്ചിങ് ആത്മജന വ്ളോഗ്സ്. ഹലോ ഗൈസ്, വെൽക്കം ടു ഡേ 2 ഓഫ് അവർ കാശ്മീർ ട്രിപ്പ്. സോ ഇന്ന് നമ്മൾ കാശ്മീർ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പം ഇന്ന് നമ്മൾ പഹൽഗാമിൽ പോവാണ്. അപ്പോൾ പഹൽഗാം എന്ന് പറഞ്ഞാൽ കുതിര വെച്ചേ പോകാൻ പറ്റും. അപ്പം കുതിര വെച്ച് പോകാമെന്ന് വെച്ചാൽ കുതിര വെച്ചാണ് പോകുന്നത്. അപ്പോൾ അവിടെ വ്ളോഗ് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കുതിരപ്പുറത്ത് പോകുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ട് അതൊരു വാലിയാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് നമുക്ക് വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. എനിവേസ് വെൽക്കം ടു ഡേ 2. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ചെറിയ റോഡുകളും വളരെ കുറച്ച് വണ്ടികളും, ഇത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. നമ്മുടെ ഈ കാശ്മീർ ശ്രീനഗർ ഇവിടെയും ബ്ലോക്കുകളും ട്രാഫിക് ജാമുകളും ഒരുപാട് വണ്ടികളും എല്ലാം തന്നെ ഉണ്ട്. അതിന് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഒരു തുടക്കം മാത്രം. സോ ഗൈസ്, നമ്മളിപ്പം പഹൽഗാമിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഹൽഗാമിലോട്ട് ഇനി 95 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം. റോഡും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും, നല്ല സീനറി ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് പോകാം. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടാണ്, എന്താ പറയുക, നമ്മുടെ ശ്രീനഗറിൻ്റെ തെരുവോരങ്ങളാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കാശ്മീരിൻ്റെ തെരുവോരങ്ങൾ ഒരു ബേർഡ്സ് ഐ വ്യൂ കാണിച്ച് നിങ്ങൾക്ക് തരണമെന്ന്. അവിടുത്തെ വീടുകളെന്നൊക്കെ പറഞ്ഞാൽ സ്ലാൻഡിങ് റൂഫാണ്. കാരണം മഞ്ഞുകാലത്ത് മഞ്ഞ് പെയ്യുമ്പോൾ ആ ഇതിൽ നിന്ന് മഞ്ഞുകൾ ഒലിച്ചു പോകാനും മഞ്ഞുകളെടുത്ത് റിമൂവ് ചെയ്യാനും അങ്ങനെയുള്ളത്. കുറച്ച് ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണുന്നു, ബോംബെ ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ്. ഇവിടെ നിങ്ങൾ എല്ലാ വീടുകളും ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, സ്ലാൻഡിങ് റൂഫാണ്, ചരിഞ്ഞിരിക്കുന്ന റൂഫുകളാണ്. അതിനിടയിൽ ഒരുപാട് കടകളും കച്ചവട കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ട്രാഫിക് സെൻസ് ഒന്നും അത്ര സെറ്റപ്പല്ല, കണ്ടില്ലേ ഇവിടെ ചുവന്ന സിഗ്നൽ വീണിട്ട് പോകുന്നത്.
എനിവേസ് റോഡിൻ്റെ നടുക്കൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയ ചെറിയ റോഡുകളാണ്. നമ്മളെ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളത്തിൻ്റെ റോഡുകൾ പോലെയല്ല. എനിവേസ് നിങ്ങൾക്കൊരു കാര്യം പറയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. സോ ഇപ്പോൾ പോകുന്ന വഴിക്ക് കേരളവും തിരുവനന്തപുരമൊക്കെ ഒരുപാട് മിസ് ചെയ്തു. ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ റോഡായിട്ട് പോലും ചെറിയ റോഡുകളിലും പാർക്കിംഗ്, അതായത് ആ റോഡിനെ കൂടുതൽ ചെറുതാക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് അതാരും തടയുന്നില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് മലകളും കാണാൻ സാധിച്ചു. പല മലകളെന്ന് വെച്ചാൽ ആ മലകളെന്ന് പറഞ്ഞാൽ മഞ്ഞിൽ പുതഞ്ഞ് കിടക്കുന്നതാണ് മുകൾ ഭാഗത്തൊക്കെ. എന്തൊക്കെ തന്നെയായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തുറന്ന് പറഞ്ഞേ പറ്റൂ. ട്രാഫിക്കും ഇവരുടെ ഒരു സിവിക് സെൻസിൻ്റെ കുറവും. ഇത് ഏതൊരു സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയമാണെന്നാണ് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മളവിടെ പോലെയൊക്കെ തന്നെ അത്യാവശ്യം വികസനവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതൊരു ഫ്ലൈ ഓവറാണ്. അത്യാവശ്യം എൻ്റെ ഒരു അറിവ് വെച്ച് നമ്മുടെ കാശ്മീരിൽ അല്ലെങ്കിൽ ഒരു സിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ശ്രീനഗർ എന്ന് പറയുന്നത്. ശ്രീനഗറിലാണ് നമ്മൾ ആദ്യത്തെ ദിവസം താമസിച്ചത്. ഇത് ആദ്യത്തെ ദിവസമാണ്. ഇത് രണ്ടാമത്തെ ദിവസമാണ്. സൈഡിലൂടെ നോക്കുമ്പോൾ പല ചെടികളും മരങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. ഇതൊക്കെ വളരെ അതീവ സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. കാരണം സമയം ഒരു അറ്റാക്ക് ഉണ്ടാകാം. ഈ കാണുന്നതാണ് സാഫ്രോൺ പാടങ്ങൾ. സോ ഇദ്ദേഹം നമ്മുടെ ഡ്രൈവർ പറഞ്ഞതെന്ന് വെച്ചാൽ വേൾഡ്സ് ബെസ്റ്റ് സാഫ്രോൺ ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആയിരിക്കാം, പക്ഷേ നമ്മൾ കേരളീയരെടുത്ത് ചോദിച്ചാലും നമ്മളും പറയുമല്ലോ ലോകത്തിലെ ഏറ്റവും മികച്ച നാളികേരം അഥവാ തേങ്ങ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നാണെന്ന്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇതെല്ലാം നമ്മൾ ഈ പഹൽഗാമിലോട്ടാണല്ലോ പോകുന്നത്. പഹൽഗാമിലോട്ട് പോകുന്ന വഴി ബൈപ്പാസ് നാഷണൽ ഹൈവേയുടെ ഓരത്താണ് ഈ നമ്മുടെ പുൽവാമ എന്ന് പറയുന്ന സ്ഥലം. സോ ഡ്രൈവർ പതിയെ പോയി കാണിച്ചു കൊടുത്തു. പുൽവാമയുടെ എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ഡ്രൈവർ. സോ എന്തായാലും ഇതൊക്കെ പുൽവാമയുടെ ഏരിയയാണ്, നമ്മുടെ ഈ അക്രമങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങൾ എന്ന് അദ്ദേഹം വിവരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുനീർ എന്നാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് തന്നെ വിളിക്കുന്നത് ഷാറൂഖ് ഖാൻ എന്നാണ്. എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ പോലും വളരെ നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കുറച്ച് സിഗരറ്റ് വരി ഉണ്ടെന്ന് നിർത്തിയാൽ. സോ പുൽവാമയുടെ തെരുവോരങ്ങളിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. യാത്രകൾ തുടരുന്നു. നമ്മൾ കാശ്മീരി കാവ ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയ കാവ എന്ന് വെച്ചാൽ നമ്മൾ കട്ടൻ ചായ പോലത്തെ ഒരു സാധനമാണ്. അതിൽ 11 സ്പൈസസ് ഒക്കെ ഇട്ട് അതിന് പുള്ളിക്കാരൻ എന്തോ പേര്, അതിനെന്തോ അർത്ഥവും പറഞ്ഞു. എനിവേസ് അത് കുടിക്കാൻ വേണ്ടി അതിനെ ചൂടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. എടുത്ത് കുടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, ഇതാണ് റോഡ്. ഇതൊക്കെ പുൽവാമയുടെ ഭാഗങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ കാവ കുടിക്കാൻ വേണ്ടി നിർത്തിയത്. അങ്ങനത്തെ റോഡുണ്ട്. ഇവിടെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തായിരിക്കും ദുരന്തം നടന്നത്. എനിവേസ് കാവ അതിലാണ് കാവ ഉണ്ടാക്കുന്ന ഒരു പാത്രം പോലത്തെ സാധനത്തിൽ. അത് നമുക്കുള്ള എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തോ പൊടിയും കാര്യങ്ങളും, പൊടിയില്ല എൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, അത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് കുടിക്കുമ്പോൾ അറിയാം അത് ഒഴിക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞ കാവ. മൊത്തം ഇൻഗ്രീഡിയൻസ് ഇവിടെ മൊത്തം കാവ കുടിച്ചിട്ട് പറയാം. ഒരു ബിസ്ക്കറ്റ് തന്നു, അത് ഇതിൽ മുക്കി കഴിക്കാം എന്നാണ് പറയണത്. മുക്കി കഴിച്ചു അത് കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് ബിസ്ക്കറ്റ് പൊട്ടിച്ച് മുക്കി കഴിക്കാം. നമ്മൾ കാശ്മീരി കാവ ഓടിച്ചു. അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ചെയ്തു. വന്ന ദിവസം തന്നെ മീറ്റ് ബോൾ, മട്ടൺ, റോഗൻ കോശ അങ്ങനെ എല്ലാം തിന്നു. വന്ന ദിവസം തന്നെ ഒരു പ്ലേറ്റർ വാങ്ങിച്ച് അവിടെ നിന്ന് കഴിച്ചു. അത് ഇവരെ ടൂറിസത്തിൻ്റെ ഒരു കടയാണ്. പിന്നെ നമുക്ക് കാവ അത് കുടിക്കാൻ പറ്റി. ഇനി ഒരു വാൾനട്ട് ഫഡ്ജുണ്ട്, അത് ഞാൻ മുമ്പ് തിന്നിട്ടുണ്ട്. എൻ്റെ റിലേറ്റീവ് വന്നപ്പോൾ അവിടെ വന്നിട്ടപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് വാങ്ങണം. പിന്നെ നമുക്ക് സാഫ്രോണും കാര്യങ്ങളൊക്കെ വേണം. ഇനി അങ്ങോട്ടെന്ന് വെച്ചാൽ സീനറി റോഡ് ഉണ്ടാവും, പക്ഷേ ഇത് കുറേ ദൂരം ഒരു ഹൈവേ പോലത്തെ റോഡാണ്. ഹൈവേ അല്ല, എന്നാൽ പിന്നെ ഹൈവേ ആയിരിക്കാം, അതുപോലത്തെ റോഡാണ്. അപ്പോൾ അത് ഞാൻ കുറേ ഷൂട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഈ റോഡുകളും പാലങ്ങളും ഫ്ലൈ ഓവറൊക്കെ. അപ്പോൾ എല്ലാം ഒരേപോലെ ആകുമ്പോൾ ഇങ്ങൾക്കും ബോറടിക്കും. പിന്നെ കൂടുതൽ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. പക്ഷേ വെളിയിലോട്ട് ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ഇപ്പം ചെയ്യണ പോലെ ഓൺ വോയിസ് ചെയ്യും, ഇതേപോലെ ഷൂട്ട് ചെയ്യും. ബാക്കി ആൾക്കാർ സംസാരിക്കുന്ന വണ്ടിയിൽ പാട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ വോയിസ് ഓവർ കയറ്റുന്നത്. എനിവേസ് നമുക്ക് ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്ക് ഇനി പോകാനുള്ളത് പഹൽഗാമിനാണ്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് 95 കിലോമീറ്ററാണ് ഉള്ളത്. എനിവേസ് കുറച്ച് ഓടി വന്ന് ഒരു 90-85 കിലോമീറ്റർ എല്ലാം കാണും. എനിവേസ് പോയിട്ട് സീനായിട്ട് കാണാം. അവിടെ പഹൽഗാമിലോട്ട് പോകാൻ വണ്ടികളൊന്നും പോലെ കുതിരപ്പുറത്താണ് പോകണമെന്നാണ് പറയുന്നത്. അത് ഫ്ലോ എടുക്കുന്നതിനെ കൊണ്ട് പറ്റുമെന്നാണ്. അത് അപ്പോൾ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്.
ഇവിടെ നമ്മൾ സാഫ്രോണും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് സാഫ്രോൺ, കുറച്ച് നട്ട്സ്, പിന്നെ കാവയുടെ പൗഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങി. എന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചല്ല നമ്മൾ പഹൽഗാമിലോട്ട് ഓൺ ദ വേ ആണ്. അതിൻ്റെ ഇടയിൽ കാവ കുടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ കാവ കുടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാവ റിവ്യൂ ഞാൻ പറഞ്ഞില്ലെന്നോ, കാവ കഞ്ഞിവെള്ളം പോലെയാണ് കാവ, പക്ഷേ കഞ്ഞിവെള്ളം പോലെയാണ് ആദ്യം കുടിച്ചപ്പോൾ തോന്നിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഷുഗർ ഫ്രീ അല്ല, ഒരു മധുരം, കുറച്ചൊരു പായസവും ബദാമൊക്കെ ഇട്ട് നല്ല ചൂടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നടുക്കൊക്കെ എത്തിയപ്പോൾ ചൂട് മാറി നല്ല ടേസ്റ്റാണ്. എനിവേസ് അതിൻ്റെ ഒരു പൗഡർ വാങ്ങി, സാഫ്രോൺ കുറച്ച് വാങ്ങണമെന്നുണ്ടായിരുന്നു, സാഫ്രോണും വാങ്ങി. അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പഹൽഗാമിലേക്ക് തിരിക്കുകയാണ്. അതിലൂടെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഹലോ ഗീസ്, നമ്മളൊരു ആപ്പിൾ തോട്ടത്തിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഫ്രഷ് ആപ്പിൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ ഞാൻ കാണിച്ചത് അവിടെ തിരക്കാണ്. ഇതൊക്കെ ആപ്പിൾ തോട്ടമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുക. ആദ്യം അത് കാണാൻ പോകും, എന്നിട്ട് ആദ്യം നമ്മൾ ഈ ജ്യൂസ് കുടിച്ചിട്ട് പോവും. അപ്പം ജ്യൂസ് കുടിക്കുന്നത് കാണിച്ചതാണ്. ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. ഇത് കറുത്ത സ്ട്രോ ആണ്, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഐ മീൻ റിയൽ ലൈഫിൽ ആദ്യമായിട്ടാണ് കുടിച്ച് നോക്കാം. സോ ഗൈസ്, ഇരിക്കുന്ന ഒരു പ്രസേജ് അത്ര ശരിയല്ല. ഓട്ടെ പ്യുവർ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓട്ടെ ആയിരിക്കാം പ്യുവർ ആപ്പിൾ ജ്യൂസ്. ഷുഗർ ഇട്ടിട്ടില്ല, എന്നാലും നല്ല മധുരമുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഇനി ആപ്പിൾ തോട്ടത്തിൽ കയറി കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ ആപ്പിൾ ഇല്ല, ആപ്പിളിൻ്റെ സീസണല്ല, തോട്ടം മാത്രമേ ഉള്ളൂ. അവിടെ ഫേക്ക് ആപ്പിൾ വെച്ചിട്ടാണ്. ഇനി നമ്മൾ നേരെ പഹൽഗാമാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. ഓക്കെ, സോ ഗൈസ്, പഹൽഗാമിലേക്ക് പോകുന്ന വഴി നമ്മൾ കുറേ മനോഹരമായ കാഴ്ചകൾ കണ്ടു. വാഹനത്തിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ചെറിയ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഏതൊരു റിവറാണെന്ന് തോന്നുന്നു. റിവർ എന്ന് പറയാം. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. റിവറോ ലേക്കോ എന്നൊന്നും അറിയില്ല, റിവർ തന്നെ. നല്ല ഇങ്ങനെ പറയാം, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർ ബോഡി കണ്ടു. എനിവേസ്, അത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ്. കുറേ വീഡിയോസ് അതിനെക്കുറിച്ച് എടുത്തു. അതിൻ്റെ ഓരത്ത് ഈ പൈൻ മരങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ തന്നെ പല സ്ഥലത്തെത്തുമ്പോൾ പാലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ചപ്പം പറഞ്ഞത് നമ്മൾ പോയത് എന്താ പറയുക, ഈ ഒരു മാസമാണ്. അതായത് ഏത് മാസമാണ് നമ്മൾ പോയത് മെയ് മാസത്തിലാണ്. സോ ഒരു മാർച്ച് വരെ നല്ല മഞ്ഞുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ മഞ്ഞിൽ മുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്താ പറയുക, ആ ഒരു വെള്ളം പതഞ്ഞ് വരുന്നത് എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഓഫ്കോഴ്സ് ഒരു മൈനോറിറ്റി ഓഫ് സംതിങ് കുറച്ച് പൊല്യൂട്ടഡ് ആയിട്ടിരിക്കാം, ബട്ട് നല്ല രസമുള്ളൊരിതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അതിലോട്ട് ചാടി ഇറങ്ങി കുളിക്കാൻ തോന്നും. പക്ഷെ ചാടി ഇറങ്ങി കുളിച്ചിട്ടൊന്നും കാര്യമില്ല. ഓഫ്കോഴ്സ് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. മൃഗങ്ങൾ തന്നെ പെട്ടുപോയാലും ഭയങ്കര പാടാണ്. വളരെ എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ തന്നെ ആ സൈഡിൽ ഇങ്ങനെ പൈൻ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫുട്ടേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പതഞ്ഞ് പോകുന്ന വെള്ളം, നീല കളർ. നമ്മളിവിടെ നിന്ന് അങ്ങനത്തരത്തിലുള്ള കാഴ്ചകൾ അപൂർവമാണ്. നമ്മളെ കല്ലാറും അതൊക്കെ ആണെങ്കിൽ. എന്നാൽ പോലും അതൊന്നും അത്ര നമ്മളെ കണ്ണുകൾക്ക് അത്ര പ്ലീസിങ് ആയിട്ടുള്ള കാഴ്ചകളല്ല. എന്നാൽ പോലും ഇത് പഹൽഗാമിലേക്ക് പോകുന്ന വഴികളാണ്. നമ്മളിനി പോകുന്ന ആ സ്ഥലത്തോട്ട് ഒരു പോയിന്റ് വരെ വാഹനങ്ങൾ പോകും. അത് കഴിഞ്ഞാൽ കുതിരപ്പുറത്താണ് നമ്മൾ പോകേണ്ടത്. എനിവേസ്, നല്ലൊരു അല്ല, ഞാൻ പറഞ്ഞില്ലേ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. എനിക്ക് എന്തായാലും മുഗൾ ഗാർഡൻ ഷാലിമാറാണ് ഇതുവരെ പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തോരം കുതിരയൊക്കെ അറിയുന്നു, ജീവൻ പണയം വെച്ചാണ് കുതിരയെ പുറത്ത് അറിയുന്നത്. ആദ്യമൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ കയറി നല്ല സുഖമുണ്ട് കയറി. ഇനി നമ്മൾ ആദ്യത്തെ പോയിന്റിൽ ഇറങ്ങിയില്ല കുതിരപ്പുറത്തിൽ നിന്ന് തന്നെ കണ്ടു. വാ കയറി കുതിരപ്പുറത്തിൽ നിന്ന് തന്നെ കണ്ടു. രണ്ടാമത്തതിൽ വന്നിട്ട് നമ്മളിവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു സൈറ്റ് സീയിങ് ഉണ്ട്. മൂന്നാമത്തേലാണ് വാലി, അത് കുറേക്കോളം വന്നു. അവിടെ ഇറങ്ങണം. നമുക്ക് ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇങ്ങനെ കുറച്ച് ബിൽഡിങ്സും ടൂറിസം ബിൽഡിങ്സ് അങ്ങനെ എന്താ കുറേ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളും കാര്യങ്ങളൊക്കെ വച്ച് ഈ ചെടി കൊള്ളാം.
ആ രസം നമ്മുടെ നാട്ടിലാണ് എന്താ പൈൻ മരം ഇവിടെ അടിപൊളി ഒരു ടീസറാണ് ഇത്. ഇവിടെ അധികമൊന്നും ഇല്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ മോളിൽ നല്ല വാലിയാണ്, അവിടെയാണ് നമ്മളെ മെയിൻ പോയിന്റ്. നല്ല തണുപ്പാണ്, ഇപ്പോൾ തണുപ്പ് കൂടിയ ആൾട്ടിറ്റ്യൂഡ് കൂടിയാണ്. എനിവേസ് പോവാം, മോളിൽ പോയിട്ട് ഇനി ഹോഴ്സ് റൈഡ് കയറിയിട്ട് പോകാം. ഇവിടെ ഒരു ലേക്കിലെത്തി. ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനി അധികം ഫുഡ് എടുക്കില്ല കാരണം ഫോൺ ചീത്തയാവും. ഇങ്ങനെ അങ്ങനെ ഇവിടെ അങ്ങനെ ഫുഡ്. സോ ഗൈസ് നമ്മൾ എന്താ പറയുക അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാഗി കഴിക്കാൻ കയറി. മാഗി ഒരു ചായക്കടയിൽ അവിടെ നിന്ന് മാഗിയും ചായയൊക്കെ കുടിച്ചു. എൻ്റെ കണ്ണാടി മാഗി നല്ല മാഗിയായിരുന്നു, നല്ല സ്പൈസസ് ഒക്കെ ഇട്ട് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ടാകും, നല്ല ടേസ്റ്റി ആയിരുന്നു. ഹലോ ഗൈസ്, സോ ഞാൻ പഹൽഗാമിൽ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിപ്പോയി. അതായത് അവിടെ മഴ, ഈ ചാറ്റൽ മഴയുണ്ട്, അതെനിക്ക് അറിഞ്ഞൂടെയാണ്. അപ്പോൾ ഈ ചാറ്റൽ മഴയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ കുതിരപ്പുറത്താണ് പോയത്, ഞാൻ പറഞ്ഞില്ലേ കുതിരപ്പുറത്ത്. എൻ്റെ മുന്നോ പേടിയും കാര്യങ്ങളും കൊണ്ടായി എന്നാലും കുറേ ദൂരം കയറ്റ് ഇറക്കുക, നമ്മൾ കുതിരപ്പുറത്താണ് പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് ഇതായി. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയതോടെ മഴയും അതും ഇതുമൊക്കെ. ഞാൻ മറ്റേ നൂഡിൽസൊക്കെ കഴിക്കുന്ന കാണിച്ചില്ലേ, കിടിലായിരുന്നു. നല്ല മുളക് പൊടിയൊക്കെ ഇട്ട്. വെജിറ്റബിൾസ് അത്ര ഇഷ്ടപ്പെട്ടില്ല, വെജിറ്റബിൾസ് എല്ലാ തക്കാളി ഇട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിവേസ് അപ്പം അവിടെ അത്ര പ്ലാൻ ചെയ്ത പോലെ നടന്നത്. ഈ വ്ളോഗ് ഈ ഡേ 2 ചിലപ്പോൾ ഷോർട്ടായിരിക്കും. ഇപ്പം നമ്മളെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴയുണ്ട് പഹൽഗാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ കോടേര അടി വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞ തണുപ്പുണ്ട്. അകത്ത് ഞാൻ തെർമൽസ് ഇട്ടിട്ടുണ്ട്. അകത്ത് ഇത് ഈ കറുത്ത സാധനം കാണില്ലേ, ഇത് തെർമൽസാണ്. അതിൻ്റെ അകത്ത് ഉടുപ്പ് അങ്ങനെ അടിയിലിട്ടിട്ടുണ്ട്, പാൻറ്റിലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് എന്നിട്ടും തണുപ്പുണ്ട്, പക്ഷെ നല്ല വെതറാണ്. പക്ഷേ ഒരു കാര്യം പറയണ്ട, ഇന്നലത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മുഗൾ ഗാർഡൻ അസാധ്യ സ്ഥലം, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഒരുപാട് ആൾക്ക് ശേഷമാണ് എനിക്ക് അത്രയും ഒരു സന്തോഷവും കാര്യങ്ങളും അവിടെ പോയപ്പോൾ കിട്ടി. എനിവേസ് ഇവിടെ നമ്മൾ താമസിക്കുന്ന ഒരു റിവർ എന്ന് പറഞ്ഞു, പക്ഷേ ഒരു നല്ല റിവർ, നല്ല ഒഴുക്കുള്ള ഒരു നല്ല റിവറിൻ്റെ ഇതിൽ ബാക്ക് സൈഡ് ഫ്രണ്ടിലാണ് നമ്മളിങ്ങനെ. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ ചിലപ്പം പോകും. അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ പലർക്കും അറിയാമായിരിക്കും കാശ്മീർ റേഞ്ചിൽ സിം വർക്കാവില്ല, പോസ്റ്റ് പെയ്ഡേ വർക്കാവും. എൻ്റെ പ്രീപെയ്ഡാണ്. അപ്പോൾ ചിലരൊക്കെ വർക്കാണ്. ഇവിടെ ഹോട്ടലിലൊക്കെ വരുമ്പോൾ ഇതാണ് ഷെയർണം, ഹോട്ടലിലാണ് ഷെയർണം. അപ്പോൾ ഇവിടുത്തെ വൈഫൈ ഒക്കെ യൂസ് ചെയ്താണ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ നിന്നുള്ള എൻ്റെ ഒരു വ്യൂ. ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അതാണ് ഞാൻ മാറ്റി പിടിക്കുന്നത്. അവിടെ യൂണിയനുണ്ട്. അപ്പുറത്തൊക്കെ ലോക്കൽ. അയ്യോ, മോളിൽ നിന്ന് വെള്ളം വീണു. എന്ന് വെച്ചാൽ ഈ കൊടയിലല്ലേ ചെറിയ വെള്ളമുണ്ട്, അപ്പോൾ ഇത് കാറ്റടിക്കുമ്പോൾ വീഴും. അപ്പോൾ ഇതാണ് വ്യൂ. ബാക്കിൽ റിവറാണ്. അപ്പം മുകളിൽ ഇങ്ങനെ മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല നല്ല. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇന്ന് മഴ പെയ്യില്ല, ഞാൻ കാണിച്ചു തരാം. മഴയല്ല, ഈ കൊട വീഴില്ല. ഓക്കെ, അങ്ങോട്ടൊക്കെ ഈ ആൾക്കാർ താമസിക്കുന്നതാണ്. അതിൻ്റെ നടുക്കാണ് റിസോർട്ട്. ഒരു ഇറങ്ങിയാണ്. അപ്പോൾ പടി കണ്ടില്ലേ, ആ പടി ഇറങ്ങിയാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിൽ റിവറാണ്. ഓക്കെ, അപ്പോൾ നല്ലതാ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ടെന്ന് വെച്ചോ, ഒടുക്കത്തെ തണുപ്പാണ് അവിടെ മൊത്തത്തിൽ. ഇതാണ് മുകളിൽ പൈൻ മരമാണ്. ഹലോ ഗൈസ്, നമ്മളിവിടെ ഒരു ലേക്കിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എൻ്റെ പിറകെ ആൾക്കാരുണ്ട്, ഫ്രണ്ടിൽ ആൾ പോകുന്നുണ്ട്. നമ്മൾ ലേക്കിലോട്ട് പോകണമെങ്കിൽ എൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ കാണിച്ചതെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. കാണിച്ചു തരാം. അതാണ് വ്യൂ. ഇത് കാറിലിരുന്ന് വണ്ടിയിൽ ഇരുന്ന് കണ്ടതേ ഉള്ളൂ, പക്ഷെ ഇവിടെ അടുത്ത് ചെയ്യുമ്പോൾ നല്ല തണുപ്പുമുണ്ട്. അതില്ലേ എൻ്റെ സൈറ്റ് കിടക്കുകയാണ്. നമ്മൾ കുറച്ച് മുട്ട കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് കൂടുതൽ കാണിച്ചിട്ടാണ്. കുറച്ച് നടക്കാറുണ്ട്.
നമ്മളിതാ റിവറിൻ്റെ അവിടെ എത്തി. കാണിച്ചു തരാം. കൂടുതലും ഞാൻ ഇതിൻ്റെ തിരിച്ചുള്ളതായിരിക്കും കാണിക്കുക. നിങ്ങൾക്കുള്ള വ്യൂ അതാണ് ഇഷ്ടം. ഇവിടെ നല്ല രസമുണ്ട്. അവിടെ പൈൻ മരം. മഴ പെയ്യാതിരുന്നാൽ നല്ലത്, അത്ര എനിക്ക് പറയുള്ളൂ. എനിവേസ് നമ്മൾ തീയ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. കുറച്ച് റീൽസൊക്കെ എടുക്കണം. നമുക്ക് പോവാം. കാഴ്ചകൾ കാണിച്ചു തരാം. ഇതാണ് റിവർ. നല്ല ഒഴുക്കുണ്ട്. ഞാൻ അമിത സാഹസങ്ങളിലൊന്നും ഇറങ്ങുന്നില്ല. എനിവേസ് പതിയെ അവിടെ ചാണകം എന്തോ ഉണ്ട്. അപ്പം പതുക്കെ അവിടെ പോവാം. അങ്ങനെ ചെയ്യാം. ഇതിവിടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. നമ്മളെ അവിടെ സിന്ധു വർമ്മ ആൻറ്റി, ആക്ട്രസിലെ ആൻറ്റിയും വേറെ നമ്മുടെ സവിത ആൻറ്റി എന്നുള്ള ആൻറ്റി, അവിടെ പുള്ളിക്കാരൻ നമ്മളെ ഗൈഡായിട്ട് ആൾ ഷൂട്ടിംഗ് നടക്കുകയാണ്. എനിവേസ് നമ്മളെ പണി നടക്കാം. അതൊരു പാലമാണ് ഗൈസ്. ആ പാലം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തോട്ട് കടക്കാൻ സെക്യൂരിറ്റി CSFും ആർമിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ആദ്യം അവിടെ ചെമ്മരിയാണ് നിൽക്കുന്നത്, അങ്ങോട്ട് പോകാനാണ് വിചാരിച്ചത്. എന്നാലും ഇത് നല്ലൊരു വ്യൂ തന്നെയാണ് ഗൈസ്. ഇവിടെ ഇതാണ് വിഷ്വൽസ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മൗണ്ടൻസ്, സ്നോ മൗണ്ടൻസ് കാണാം. കണ്ടില്ലേ? അടിപൊളിയായിട്ടാണ്, വേറെ ലെവൽ. നല്ല തണുപ്പുണ്ട്. തണുപ്പടിച്ച് നമുക്ക് നല്ല സന്തോഷം വരും. അവിടെ മരം കണ്ട ഗൈസ്. ആ മരത്തിൻ്റെ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് എന്തായാലും നോക്കിക്കളയാം. നമ്മുടെ ഈ ചേട്ടൻ്റെ അടുത്തൊന്നും പറയാം. ആളുടെ അടുത്ത് ഞാൻ കുറച്ച് തിരുവനന്തപുരത്തിന് കുറച്ചും നമ്മുടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ തിരുവനന്തപുരത്തിന് കുറച്ചൊക്കെ കുറേ പറഞ്ഞു കൊടുത്തു. ഇവർ മസ്റ്റാർഡ് ഓയിൽ വെച്ചാണ് കുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ കോക്കനട്ട് ഓയിൽ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഇവിടെ ഞാൻ ഒരു റീൽ എനിക്ക് റീൽ ഇഷ്ടമല്ല ഗൈസ്. സത്യം പറയാം, എനിക്ക് റീൽസ് ഇഷ്ടമല്ല, ഷോർട്സും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് എടുക്കില്ല. എനിക്ക് ലോങ് ഫോം കണ്ടന്റാണ് ഇഷ്ടം, ബ്ലോഗാണ് ഇഷ്ടം. ആ മരം കണ്ട അവിടെ നിന്ന് ഇതിൻ്റെ ഒരു റിവറിൻ്റെ ആമുഖമായിട്ടൊരു രണ്ട് ഫോട്ടോ എടുക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്യാം. ഇവിടെ എന്തായാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. റിവർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇവിടെ മൊത്തം ബോർഡ് കണ്ടില്ലേ? അത് പഹൽഗാം. അതാണ് പഹൽഗാമിൽ നിന്ന് മാറി എന്തോ അനന്തന്മാർഗ് അങ്ങനെ എന്തോ സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് ഈ പഹൽഗാമിൻ്റെ ബോർഡർ, പഹൽഗാം എന്ന് തന്നെ പറയാം. അവിടെ തന്നെയാണ് നമ്മൾ നിൽക്കുക. ആ ഏരിയയിൽ തന്നെയാണ് നിൽക്കുക. ഇതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ വ്ളോഗ് ഷോർട്ടാവും. Day 2ൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഹൽഗാമിൽ കയറിയപ്പം ഇപ്പോഴും അവിടെ തന്നെ പഹൽഗാമിൽ കയറിയപ്പോൾ എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റി. അവിടെ പെട്ടെന്ന് മഴ വന്ന് അപ്പോൾ അത് ഷൂട്ടിങ്ങിനെയൊക്കെ കുറേ ബാധിച്ച്. എനിവേസ് നമുക്ക് Day 3 ഉണ്ട്. നാളെ നമ്മൾ പോകണമെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ തിരിച്ച് ശ്രീനഗറിൽ പോകും. അവിടെ ഷിക്കാരയിലേക്ക് അവിടെ ഹൗസ് ബോട്ട് സ്റ്റേ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിലായിട്ടെടുക്കാം, ലോങ് വ്ളോഗാക്കാം. സോ ഇത്രയായാലും ഈ ഒരു വീഡിയോയിലാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത്. അപ്പം Day 3 നാളത്തേക്ക് വ്ളോഗിനാണ് നിങ്ങൾ കാത്തിരിക്കുക. അപ്പം hello guys, I am Atman and welcome back to a brand new vlog. So guys, welcome to Day 3 of our Kashmir vlog. So ഇപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഹൽഗാമിൽ നിൽക്കുകയാണ്. പഹൽഗാമിൽ നമ്മുടെ റിസോർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ശ്രീനഗറിലോട്ട് പോകും. പിന്നെ പഹൽഗാം എനിക്ക് അത്ര സെറ്റായില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, കുറച്ച് നല്ല റിവറൊക്കെ കൊള്ളാം, പക്ഷെ അത്ര സെറ്റായില്ല. എനിക്ക് ശ്രീനഗറാണ് ഇഷ്ടപ്പെട്ടത്. ഒരു സിറ്റി പോലത്തെ സ്ഥലമാണ് ശ്രീനഗർ. അപ്പം അതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ശ്രീനഗറിൽ പോകും. ഇന്ന് നമ്മളവിടെ ഷിക്കാര ബോട്ടിൽ അതിൽ കയറും. ഇന്ന് നൈറ്റ് ഹൗസ് ബോട്ടിലാണ് നമ്മൾ സ്റ്റേ. ദാൽ ലേക്കിൻ്റെ നടുക്ക്, മിഡിൽ ഓഫ് ദാൽ ലേക്ക്. അപ്പോൾ എന്തായാലും തണുപ്പാണ്. ഇന്ന് ഞാൻ തുറമുഖം സെറ്റിട്ടില്ല. ഉടുപ്പ് അതിൻ്റെ അടിയിലൊന്നുമില്ല. ഉടുപ്പ്, ഗാർഫുകളിൻ്റെ ടീഷർട്ട്, ഈ ജാക്കറ്റ്. പക്ഷെ എന്നാൽ പോലും തണുപ്പടിക്കുന്നുണ്ട്. എനിവേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലൈറ്റിങ് സെറ്റല്ലേ. ഒരു ചിലയിടത്ത് മഞ്ഞ്, ചിലയിടത്ത് വെയിലടിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ലൈറ്റിങ് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇൻട്രോ അവിടെ വെച്ചെടുക്കാൻ വെച്ച്. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിന്ന് ശ്രീനഗറിലോട്ട് പോകും. അവിടെ വെച്ച് കുറേ വ്ളോഗ് എടുക്കുകയാണ്. മാർക്കറ്റിൽ പോകും. അത് മാർക്കറ്റ് എനിക്കൊന്ന് അവസാന ദിവസങ്ങളിലായിരിക്കും. അവിടെ വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. എനിവേസ് നമുക്ക് വ്ളോഗ് പോകുന്നതനുസരിച്ച് പോവാം. നമ്മളിവിടെ ബേത്ത വാലിയിൽ വന്നിരിക്കുകയാണ്. റിവർ സൈഡാണ് വാലിയിൽ. അവിടെ അതൊരു വാലിയാണ്. അപ്പോൾ ശ്രീനഗറിലെ ഡയറക്റ്റ് ഫുട്ടേജ് കാണിക്കാനാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ വ്ളോഗ് എടുക്കണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. ബട്ട്
പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ബ്യൂട്ടി ഉള്ളപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ തോന്നിയില്ല. കേസ് അടിപൊളി സ്ഥലം. ഇത് നമുക്ക് കാണാം. ഇതാ ഇവിടെ ആ മഞ്ഞുമല ഉണ്ട്. ആ മഞ്ഞുമല ഫുൾ അങ്ങനെ നിന്നിട്ടുള്ള സെറ്റപ്പാണ്. ഇവിടെ കുറച്ച് ഹൗസും വീടും കുറച്ച് മരങ്ങളും ആ സ്നോ മൗണ്ടൻ തന്നെ അവിടെ ഉണ്ട്. എനിക്കൊന്നും ഫുൾ ആ സൈഡ് റിവറാണ്. ലൈക്ക് ഇവിടെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ചൂടും ചെറുതായിട്ട് ഇവിടെ വെയിലുണ്ട്, വെയിലടിക്കണുണ്ട്. ഇവിടെ മഞ്ഞ് ഈ സമയത്ത് ഇവിടെ മഞ്ഞില്ല, അതാണ് പ്രശ്നം. പക്ഷെ നമ്മൾ പോകാൻ പോകുന്ന ബാക്കി സ്ഥലത്ത് മഞ്ഞുണ്ട്. ഇവിടെ കാറ്റടിക്കുന്നുണ്ട്, പൊടിയൊക്കെ അടിക്കുന്നുണ്ട്, പൊടിക്കാറ്റ്. അപ്പോൾ ഇവിടെ ചെറിയ തണുപ്പുണ്ട്. ഞാൻ തെർമൽസ് അതിന് പറഞ്ഞ് ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അകത്ത് അല്ല, അതിൻ്റെ പുറത്ത് ജാക്കറ്റൊന്നും ഇട്ടിട്ടില്ല. എനിവേസ് ആ സ്ഥലമുണ്ട്, റോക്കാണ്. അവിടെ ഇതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട് ആണ്. എനിവേസ് ഇവിടെ അധികം ഫോക്കസ് ഇല്ല, നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. ഇത് റിവറാണ്, അത്രേ ഉള്ളൂ. അങ്ങോട്ട് കുറച്ച് ഇതേപോലെ തന്നെ റിവർ. നമ്മളിവിടെ ദാലിലേക്കിൻ്റെ അവിടെ ഷിക്കാരെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ കുറേ മറ്റേമാർ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എനിവേസ് ഷിക്കാര കയറാൻ പോവാണ്. സോ ആ സ്ഥലം എന്ന് പറയുന്നത് ഷിക്കാര സ്റ്റേഷൻ പോലെയാണ്. ആ ഷിക്കാരയെ കയറിയിട്ടാണ് ഹൗസ് ബോട്ടിലായിട്ട് പോകേണ്ടത്. നമ്മളടുത്ത ആലപ്പുഴയിലെ കേരളത്തിലുള്ള ഹൗസ് ബോട്ട് പോലെയല്ല ഇതൊന്നും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന പോലത്തെയാണ്. എന്നാലും അത് ദാലിലേക്കിൻ്റെ നടുക്കെന്നാണ് അവർ പറയപ്പെടുന്നത്. നിങ്ങൾക്ക് പലതരം ഷിക്കാരകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളവിടെ പോലെ ചെറിയ ബോട്ടിൽ പോലും എന്താ പറയുക, അതിൻ്റെ പേര് സേഫ്റ്റി ജാക്കറ്റ് വയ്ക്കുന്ന ആ പതിവൊന്നും ഇവിടെ ഇല്ല. ചോദിച്ചപ്പോൾ പിന്നീട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇതുണ്ട്, പക്ഷേ നിങ്ങൾ മിന്നുന്നതൊക്കെ കണ്ടില്ലേ, മിന്നുന്നതൊക്കെ ഒരു ഒന്നൊന്നര മിന്നലായിരുന്നു കേസ്. അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒന്നാമത് സൈഡിലായിരുന്നു നിന്നത്. ഇതാകണ്ടേ പതിയെ നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി ജാക്കറ്റ് എന്ന് പറയുന്ന സമ്പ്രദായം അവിടെ ഇല്ല. അവർ പറയുന്നത് ദൈവം അവരെ രക്ഷിക്കുമെന്നാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്, പക്ഷേ പ്രാക്ടിക്കലല്ല എന്ന് ഞാൻ പറയുന്നു. സോ നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അത് നമ്മൾ ഷിക്കാര അടുപ്പിച്ചു. എങ്ങനെയൊക്കെയാണ് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്നത്. എനിവേസ് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു രാത്രി ഇങ്ങനെ പോകുന്നത്. ഹൗസ് ബോട്ടിൽ കയറി കാണിച്ച ഡൈനിങ് ഏരിയ ഇവിടെ ഇതൊക്കെ വെച്ചിട്ടാണ്. ഡൈനിങ് ഏരിയ ആണെന്ന് തോന്നുന്നു. അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹാള് പോലെ. നമ്മൾ മൻമോഹൻ സിംഗൊക്കെ അതിൽ വന്നിട്ടുണ്ട്. എനിവേസ് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി കൂട്ടം തെറ്റും. ലെറ്റ്സ് ഗോ. ഇങ്ങനെ ഇതാണ് നമ്മളെ റൂം. ഡൈനിങ് റൂമാണ്. സിറ്റിംഗ് ഏരിയ കാണിക്കുന്ന ഫ്രണ്ട് വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ ദാൽ ലേക്കാണ്. ഇത് ഹൗസ് ബോട്ടിന്റെ ഫ്രണ്ടിലാണ്. ഞാൻ പെട്ടെന്ന് ടൂർ കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ സിറ്റിംഗ് ഏരിയ. ഷാൻഡലിയറൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഇത് ഡൈനിങ് ഏരിയയാണ്. അവിടെ ഞാൻ ബഹളമില്ല സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ആ എനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ എത്ര എന്നുണ്ട് സോറി. നമ്മൾ റൂം കാണിച്ചു തരാം. റൂമിലോട്ട് ഇവിടെ ഓരോ റൂമുണ്ട്. നമ്മളെ റൂം ഇതാണ്, കാണിച്ചു തരാം. നല്ല ഫുൾ വുഡൻ ഫിനിഷിലാണ് ഗൈസ്. ബാത്റൂം അവിടെ അതാണ് ബാത്റൂം. ഇവിടെ ബാട്ടബ് ഉണ്ട് ഗൈസ്. ബാട്ടബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പോകാൻ പറ്റും. അപ്പം അല്ല ഗൈസ്, അങ്ങനെ ഞാൻ പറയാം. നമ്മൾ ഷിക്കാര റൈഡ് ഇങ്ങോട്ട് ഷിക്കാര വഴിയാണ് വന്നത്. ഇത് നമ്മൾ പഹൽഗാമിൽ നിന്ന് എത്തിയപ്പം താമസിച്ചത്. സോ എന്തായാലും നാളെ രാവിലെയാണ് നമ്മൾ ഷിക്കാര റൈഡ്. അവിടെ നമ്മൾ സ്നോയുള്ള സോനാമാർഗിൽ പോകും. സോ ഷിക്കാര റൈഡ് നാളത്തെ മോർണിംഗിൽ ഉൾപ്പെടുത്താം. അത് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടും. അപ്പം നമ്മൾ
ഇവിടെ പോകുന്ന സ്ഥലം, അതായത് സോനാമാർഗിൽ പോകുന്നിടത്തുനിന്ന് നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് അടുത്ത ഡേയിൽ, നെക്സ്റ്റ് ഡേയിൽ. അപ്പോൾ ഷിക്കാരെ ഞാൻ രാവിലെ കാണിച്ചാൽ എന്തായാലും ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് റിലാക്സ് ചെയ്യട്ടെ. അപ്പോൾ നാളെ രാവിലെ കാണാം. ഇത് ഫ്രെയിം സ്പേക്സ് രാജകീയം, പക്ഷേ ആൻഡലിയർ ഉണ്ട്, എന്ത് ബ്യൂട്ടിയാണ്. ആക്ച്വലി ക്യാമറ ലൈറ്റിൽ അത്ര ക്യാപ്ചർ ആവില്ല എപ്പോഴും. ഇത് മറ്റേ കാവേരി സാധനങ്ങളൊക്കെയാണ്, കാവേരി സാധനം. ഒരു വ്ളോഗിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ ശബ്ദം ഉണ്ടാകും. അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നാളെ രാവിലെ ഷിക്കാര. അപ്പോൾ ഇതിൻ്റെ ഈ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ നാളെ രാവിലെ ഷിക്കാര റൈഡിൻ്റെ കൂടെ അവസാനിക്കും. അത് കഴിഞ്ഞ് സോനാമാർഗാണ് നെക്സ്റ്റ് ഡേ. അപ്പം കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഗൈസ്, ഭയങ്കര ടയർഡായി. നമ്മൾ പഹൽഗാമിൽ നിന്ന് ശ്രീനഗർ ഇവിടെ ദാൽ ലേക്കിൻ്റെ ഇവിടെ വന്നിട്ട്. പിന്നെ ഒരു കാര്യം, ഇത് മൂവിയില്ല, ഒരു സൈഡിലാണ് ഇട്ടിരിക്കണത് ഹൗസ് ബോട്ട്. എനിവേസ് 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്ന് അതിൻ്റെ ക്ഷീണമുണ്ട്. ജസ്റ്റ് ഒന്ന് പാട്ടപ്പും കാര്യങ്ങളും ഞാൻ കാണിച്ചതിന്, അതുകൊണ്ട് അത് കണ്ടിട്ട് അതിലൊക്കെ കുളിച്ചിട്ട് റെസ്റ്റ് എടുക്കാം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ ഒരു കാര്യം വിചാരിച്ചു, നമ്മൾ വ്ളോഗ് ഒറ്റ വലിയ വ്ളോഗായിട്ട് ഇറക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ബിഞ്ച് വാച്ച് ചെയ്ത് കാണുകയും ചെയ്യാം, നല്ല രസമായിരിക്കും. എനിക്ക് എഡിറ്റ് ചെയ്യാൻ പാടും കുറവായിരിക്കും. അതൊരു നല്ലൊരു അത്യാവശ്യം ലെങ്തിയുടെ വീഡിയോ ആയിരിക്കും. ദാൽ ലേക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഹൗസ് ബോട്ടിൻ്റെ കാണിച്ചു തരാം. അപ്പം ആ ഒരു ഇനി അങ്ങോട്ടുള്ള തുടക്കം തൊട്ട് ഒറ്റ വ്ളോഗ് തന്നെ ആയിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ എടുക്കുന്നത്. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇങ്ങനെ ഓരോ ഡേ 1 ഡേ 2 3 അങ്ങനെ പറഞ്ഞ വ്ളോഗിന് ഒത്തിരി പാടാണ്. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് ഉള്ള ഫുട്ടേജ് ഇങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ പോയി അത് ആഡ് ചെയ്ത് ഒരു ഒറ്റ കിടിലം വലിയ മാസ് വ്ളോഗാക്കുക. ഓക്കെ, നല്ല രസമായിരിക്കും. അപ്പോൾ കാണിച്ചാലോ അടുത്ത വ്യൂ. സോ ഗൈസ്, ഇത് നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ പുറത്തു നിന്നാണ്. ഹൗസ് ബോട്ട് എവിടെ, ഹൗസ് ബോട്ട് അവിടെയും വേറെ ഹൗസ് ബോട്ടുകളാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഹൗസ് ബോട്ടുകളൊന്നും നമ്മളെ കേരളത്തിലുള്ള പോലെ അനങ്ങൂല. ഒരു സൈഡിൽ ഇങ്ങനെ സൈഡിൽ കെട്ടിയിട്ടിരിക്കുകയും. രാവിലെ ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് ഞാനാണ് ഫസ്റ്റ് എണീറ്റത്. ഷിക്കാരയൊക്കെ പോകും, അത് ഓപ്പണാണ്. അപ്പം കുറേ ഷിക്കാര പൂവൊക്കെ വിൽക്കാനും മറ്റും ഷോള് അതൊക്കെ വിൽക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഓരോരുത്തരൊന്ന് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ചോദിച്ചു, ഞാനാണ് ഇവിടെ ഫസ്റ്റ് എണീറ്റ. അപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന്, അപ്പോൾ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ഈ ഷിക്കാരയിൽ നിന്ന് ഓരോരുത്തർ പൂവ് അതും ഷോളൊക്കെ വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ആദ്യം ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്നതാണ്. ഗുഡ് മോർണിംഗ്. ഇവിടുത്തെ സെല്ലേഴ്സായിട്ട് നമ്മൾ ഐ കോണ്ടാക്ട് വെച്ചാൽ പോയി. കാരണം നമ്മൾ പിറകെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ചിലരൊക്കെ പറയും ഡിസ്റ്റർബ് ചെയ്യുന്നെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ സോറി, ശല്യമായിട്ടുണ്ടെങ്കിൽ സോറി എന്നൊക്കെ പറയും. പക്ഷെ ചിലർ ഇങ്ങനെ പറയൽ ഇങ്ങനെ വരും. ഈ ഡിസ്റ്റർബ് ചെയ്തിട്ടായിരിക്കും പലരും സോറിയൊക്കെ പറയുന്നത്. എനിവേസ് ഇതാണ് ഞാൻ കാണിച്ചത്. ഇതാണ് ദാൽ ലേക്ക്. സോ ഇവിടെ നിന്ന് ഇനി നമുക്ക് ഷിക്കാര റൈഡുണ്ട്. അതെന്താണെന്ന് അറിയാൻ നമുക്ക് എനിക്ക് ആ ഒരു ഒറ്റ വ്ളോഗാക്കാന്ന് തോന്നിയത്. എന്ന് വെച്ചാൽ ഇന്നലെയായിരുന്നു നമ്മൾ ഷിക്കാര റൈഡ് ചെയ്യേണ്ടിയിരുന്നത്. പഹൽഗാമിൽ നിന്ന് വന്നപ്പോൾ പഹൽഗാമിൽ നിന്ന് ട്രാഫിക് ബ്ലോക്കും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഇരുട്ടി. ഇവിടെ 7:45 ആകുമ്പോൾ രാത്രിയാണ് ഇരുട്ടണം. അപ്പോൾ എന്നിട്ട് പോലും നമുക്ക് ഷിക്കാര റൈഡ് ചെയ്യും. ഇവിടെ നിന്ന് കാണുന്നില്ല, അവിടെ നിന്ന് നമ്മളെ ഹൗസ് ബോട്ടിൽ ഷിക്കാരയിലോട്ടാണ്. അപ്പോൾ അത് ചെറിയൊരു റൈഡാണ്. ഇവിടെ ഇനി ഹാഫ് ആൻ അവർ റൈഡാണ്. അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മൾ എന്താണ് ഇതിൻ്റെ പേര്, ഷിക്കാരയിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ ഇനി നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണ്, എന്താണെന്ന് വെച്ചാൽ സോനാമാർഗ്, മഞ്ഞുള്ള സ്ഥലത്താണ്. മഞ്ഞ് കാണാനാണ് കാശ്മീരിയാണ്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് പോഹയാണ്. പോഹ എന്ന് വെച്ചാൽ എനിക്കൊന്ന് ഉപ്പുമാവ് പോലത്തെ എന്ത് സാധനം, വെജിറ്റബിൾസ് കേട്ട് അറിയില്ല. ഞാൻ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുണ്ട്. ബട്ട് എന്താണ് എക്സാക്ട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്ക്. എനിവേസ് എനിക്ക് സത്യം പറഞ്ഞ കേസ് ഒരു ശ്രീനഗർ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് ശ്രീനഗറിൻ്റെയൊക്കെ ഭാഗമാണ് ഈ ദാൽ ലേക്ക് എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് അതിൻ്റെ അകത്ത് പെടുന്ന ഇതാണ് ഓൾമോസ്റ്റ്. അപ്പം പഹൽഗാം നല്ല സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഇത്ര സെറ്റായില്ല. അവിടുത്തെ ഹോഴ്സ് റൈഡ് ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഹോഴ്സ് റൈഡും കാര്യങ്ങളും അതിലൂടെ കയറിയിട്ടാണ് നമ്മൾ പോണത്. അതൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എനിവേസ് പക്ഷേ സ്ഥലങ്ങളൊക്കെ കൊള്ളാൻ പെട്ടെന്ന്. പക്ഷേ അവിടെ ഷൂട്ടിങ് കാര്യങ്ങളൊന്നും അധികം നടന്നില്ല. കാരണം പെട്ടെന്ന് അവിടെ മഴ പെയ്തു. എനിവേസ് നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷേ എനിക്ക് അത്ര
സെറ്റായില്ല. എനിവേയ്സ് ഇനി നോക്കുമ്പോൾ ദാലേക്ക് നമ്മുടെ ബാക്കിലുണ്ട്. നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഈ തൊണ്ട കേട്ടോ, ഇത് നിങ്ങൾ കാണുമ്പോൾ തോന്നും നല്ല വളരെ നല്ല പ്യൂർ 100% വാട്ടറാണ്. അല്ല, ചെറിയ ഇതൊക്കെ ഉണ്ട് പൊല്യൂട്ടഡായിട്ട്. ഇതാ അവിടെ പായൽ അവിടെയൊക്കെ കാണിച്ചു തരുന്നില്ല. അവിടെ ഈ പായലും ഈ ഇതൊക്കെ വന്ന് കിടപ്പുണ്ട്. പിന്നെ ചെറുതായിട്ട് ഒരുപാട് വേസ്റ്റ് ഒന്നുമില്ല, ചെറുതായിട്ട് വേസ്റ്റ് അടിയിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ചെളിയാണ്. അപ്പോൾ അത്ര നല്ല പിന്നെ ചിലയിടത്ത് പിന്നെ പാട പിടിച്ച് കിടക്കണം. ഒത്തിരി എന്ന് വെച്ചാൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് ഇവിടെ. ഐ മീൻ ചെറിയ പൊല്യൂട്ടൻസ് അല്ല, ചെറിയ ഒരു പ്രോബ്ലംസ് അത്രയാണ്. എനിവേയ്സ് അതാണ് ഗൈസ്. ഇനി അവിടെ നിന്ന് അവിടെ അതിൻ്റെ ബാക്കിൽ ഇത് മഞ്ഞുമല കാണാം, മഞ്ഞുമലയൊക്കെ കാണാം. എനിവേയ്സ് അതാണ് ഞാൻ പറഞ്ഞില്ലേ, സോനാമാർഗിൽ പോകണം, മഞ്ഞിൽ കളിക്കണം. അവിടെ എങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ ഞാൻ ഇവിടെ പിടിച്ചു നോക്കുമ്പോൾ തന്നെ ഫോൺ തണുക്കുകയാണ്. ഒരുപാടില്ല, ഫോൺ കൂളായിരിക്കുന്നു. സാധാരണ നമ്മൾ എനിക്കിതൊരു ഐഫോൺ എടുത്തിട്ട് 17 Pro എടുത്തിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഹീറ്റ് ആയിട്ടില്ല. സാധാ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് വാങ്ങാനാണെന്നല്ല. ഞാൻ ഒരുപാട് വീഡിയോസ് മാക്സിമം എനിക്ക് ഒരു 20 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൂപ്പർ ഡാൻസിൻ്റെ മിനിറ്റൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും റൂമിൽ ഇരുന്നിട്ടും ഒക്കെ ഹീറ്റ് ആയിട്ടില്ല. 20 മിനിറ്റ് കണ്ടിന്യൂസ്. പുറത്തും നമ്മുടെ തിരുവനന്തപുരത്തും വെയിലൊക്കെ ഉള്ളിടത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഹീറ്റ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഭയങ്കര കോൾഡായിട്ട് ഇരിക്കുന്നു. സ്ക്രീനും അങ്ങനെ തന്നെയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഗൈസ്. ഞാൻ തമിഴിൽ കുറേ എടുത്ത്, എന്ന് വെച്ചാൽ മുകളിലാണ് ഇങ്ങനെ നിന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഒറ്റ വ്ളോഗല്ലേ ആക്കുന്നത്. അപ്പോൾ ഒരു വലിയ മഞ്ഞിൽ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത് അതിന് ബെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ തബ്ലയിലാക്കാം. എന്ന് വെച്ചാൽ മുടിയൊക്കെ ഇരിക്കുന്നത് തല ഒളിച്ചിട്ട് ഐ തിങ്ക് 3 മാസത്തേക്കുള്ളിലായി. ഞാൻ അങ്ങനെ തല ഒളിക്കാതെ ഇരിക്കുന്ന ഒരാളല്ല. ഇവിടെ നിന്ന് അസൽ വ്യൂണ്ട്. പറഞ്ഞു കുറേ ആയി. വളരെ വീണ്ടും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പക്ഷേ ചെറിയ തണുപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ. ഇതവിടെ കണ്ടില്ലേ, എൻ്റെ ചുണ്ട് ഒരു ലിപ് ബാമൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ ഒരു നാട്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് ഉണ്ട്. പക്ഷേ ഇതുണ്ടോ, വല്ലാത്ത ഇഷ്ടമാണ്. ലിപ് ബാം എടുത്തിടണം, എനിക്ക് സാധനം ഇഷ്ടമില്ല. പക്ഷേ വാസലിൻ്റെ നിവ്യയില് അത് നല്ലൊരു സാധനമാണ്. വാസലിനല്ലെന്ന് പറഞ്ഞു, നിവ്യയാണെന്ന്. നല്ല സാധനമാണ്. എനിവേസ് തണുപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട അവിടെ തെർമൽസ്, അതിൻ്റെ പുറത്ത് ഉടുപ്പ്, അതിൻ്റെ പുറത്ത് ജാക്കറ്റ്, അങ്ങനത്തെ ഇരിക്കാൻ. എനിവേസ് ഇനി ഞാൻ കുറേ ഐഡിയസ് പറഞ്ഞിടയ്ക്ക് ഇതാണ് എൻ്റെ ടോപ്പ്. നല്ല സ്ഥലം, നല്ല ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പക്ഷേ ആ ഒരു വിഷമം ഞാൻ വിചാരിച്ചിരുന്ന ഇത് ദാൽ ലേക്കിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ഉള്ളൊരു സെറ്റപ്പായിരിക്കും. ഈ ഹൗസ് ബോട്ട് ദാൽ ലേക്കിനടുത്ത് നടുക്കിക്കോ, അവിടെ നമ്മൾ നടുക്ക് സ്റ്റേ ചെയ്യും. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക, അതിൻ്റെ പേര് ഹൗസ് ബോട്ടുകളൊന്നും അനങ്ങില്ല. അതൊരു ബോർ പരിപാടി. അത് ഐ മീൻ അവിടെ എന്തെങ്കിലും അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാവാം. എനിവേസ് സാരമില്ല, പോട്ടെ. വെരി ഗുഡ് പ്ലേസ് അല്ലേ. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ സോനാമാർഗിൽ പോയിട്ട് ഇവിടെ പോവും, തിരിച്ച് ശ്രീനഗറിലോട്ട് വരും, നമ്മൾ ഹോട്ടലിലോട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിൽ പോകാനാണ്. എനിക്കും കുറേ സാധനങ്ങളൊക്കെ കുറേ അല്ല, ഒരു 4 താടി ഷേവിങ് സെറ്റ് ഞാൻ എടുത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ഷേവിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പഴയ മോഡലാണ്. എന്നുവെച്ചാൽ എനിക്കറിയാവുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഈ പുതിയ ഷേവിങ് സെറ്റുണ്ട്, റേസർ വെച്ചിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് സേഫ്റ്റി ബ്ലേഡ് വെച്ച് പഴയ ഫ്ലാറ്റായിട്ടിരിക്കുന്ന പഴയ മോഡൽ. അതാണ് എനിക്കിഷ്ടം, കംഫർട്ട് അതാണ്. എന്ന് വെച്ചാൽ അവിടെ വെച്ച് ഷേവ് ചെയ്താൽ എൻ്റെ ഇവിടെ മുടിയൊക്കെ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേതിൽ എനിക്ക് സെറ്റാവില്ല.
ഓക്കെ. അപ്പോൾ ആ സാധനം എയർപോർട്ട് ഫ്ലൈറ്റിൽ കയറ്റുമോ എന്ന് ചെക്ക് ഇന്ന് കയറ്റാൻ പറ്റുമോ, അത് മാരകായതായിട്ട് കൂട്ടുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോൾ എടുത്തോളന്നില്ല. എനിവേയ്സ് ഞാൻ എന്താണ് പറഞ്ഞാൽ മാർക്കറ്റിൽ പോകണം. മാർക്കറ്റിൽ പോകുകയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ഇവിടെ വന്നു എന്ന രീതിക്ക് കുറച്ച് സവനിയേഴ്സ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എനിക്ക് നാട്ടിൽ പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് കൊടുക്കാൻ കുറച്ച് സാധനങ്ങളുണ്ട്. ഞാൻ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ വാങ്ങണം. പിന്നെ നമ്മളെ മൂവി എക്സ്പ്ലെയിനർ അമിത് ബ്രോയ്ക്കും വാങ്ങണം. നമ്മൾ അമിത് ബ്രോ ഉടനെ കാണും. എനിക്ക് ജൂൺ ജൂലൈയിൽ എക്സാമാണ്. അപ്പോൾ അതിന് ഓഗസ്റ്റിൽ നമ്മൾ സംഭവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ആ സമയത്ത് കാണുമ്പോൾ കൊടുക്കണം. പുള്ളി ട്രിവാൻഡ്രത്ത് വരുന്നു, ആ ഒരു രീതിക്കാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക്. നമ്മൾ ചെറിയ ട്രിപ്പാണ്, പിന്നെ പറയാം. അതും വ്ളോഗ് വരും. അതൊരു ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു മാത്രം. അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അത്. അപ്പോൾ ഇപ്പോൾ ഇത് ഏപ്രിൽ അല്ലല്ല മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 2 മാസത്തിൻ്റെ ഗ്യാപ്പിൽ ഞാൻ അടുത്ത ട്രിപ്പ് പോകും. അങ്ങനെ എനിവേയ്സ് അപ്പം അപ്പൂപ്പൻ, അമ്മൂമ്മ, അമിത് ബ്രോ ഇവർക്കൊക്കെ പിന്നെ കുറച്ച് പേർക്കും കൂടെ അങ്ങനെ കുറച്ച് പേര് മീൻസ് ലൈക്ക് എന്താ പറയുക, നമ്മൾ വളരെ അടുത്ത ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ച് പൈസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ കാര്യം പറയട്ടെ, എനിക്ക് തിരുവനന്തപുരത്തിന് മിസ് ചെയ്യും. കരച്ചിലാണ്. തിരുവനന്തപുരം ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, നോ ഡൗട്ട്. എനിവേയ്സ് നമുക്ക് ഷിക്കാരയിൽ പോയിട്ട് കാണാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഷിക്കാരയിൽ നമ്മൾ ലഗേജൊക്കെ കയറ്റി. ഇതിലാണോ കയറാൻ അറിയില്ല. എന്തായാലും നമ്മൾ ഷിക്കാരയിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. കയറാൻ പോവാണ്. ഓക്കെ, കയറിയിട്ട് കാണാം. ഗൈസ്, ദാൽ ലേക്കിൻ്റെ പുറത്ത് മോളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഷിക്കാര റൈഡ് തുടങ്ങുകയാണ്. അവിടെ അനിയുണ്ട്, ഒരു ഹായ് അനിയ. ഇവിടെ വരത്തുകയെന്ന് പറഞ്ഞാൽ ഗൈസ് ഞാൻ വോയിസ് ഓവർ എല്ലാവരും സംസാരിക്കുന്നു. സോ ഗൈസ് എന്താ പറയുക, നമ്മളെ മറ്റേ സേഫ്റ്റി ജാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഷിക്കാര റൈഡായിട്ട് അങ്ങ് എടുത്തില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് പാസ് ചെയ്തു, അങ്ങനെ കയറി അങ്ങ് പാസ് ചെയ്തു. സോ ഗൈസ് അങ്ങനെ നമ്മൾ ശ്രീനഗർ അല്ലെങ്കിൽ ദാൽ ലേക്കൊക്കെ വിട്ട് നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് സോനാമാർഗ്. സോനാമാർഗിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ആ ടൈമിൽ, അതായത് നമ്മളിപ്പം പോയ ഈ മെയ് സമയത്ത് മഞ്ഞ് ഏറ്റവും കൂടുതലുള്ള സോനാമാർഗിലാണ്. അവിടെ ഇങ്ങനെ പോകുന്ന ആ ഒരു റോഡ്, ആ ഒരു വാലിയൊക്കെ ഉള്ള റോഡും ചുറ്റും മരങ്ങളുള്ള റോഡും സൈഡിലൊക്കെ മരങ്ങളുള്ള റോഡും പിന്നെ നമ്മുടെ ഈ പർവ്വത നിരകളിൽ മഞ്ഞ് മൂടിയിരിക്കുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. എനിവേസ് എന്താ പറയുക, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡും കാര്യങ്ങളാണ്. സിറ്റി അല്ലെങ്കിൽ പോലും ഒരു ഗ്രാമപ്രദേശങ്ങൾ പോലത്തെ ഉള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഗ്രാമങ്ങളും ഗ്രാമീണമായിട്ടുള്ള പശ്ചാത്തലമുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സാധാരണക്കാരും എല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൈഡ് വശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മഞ്ഞ് ഉള്ള പർവ്വത നിരകളാണ്. ഒരുപാട് മഞ്ഞില്ല, ആ മഞ്ഞുകളെല്ലാം ഉരുകുകയാണ്. എന്നാൽ പോലും മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിവേസ് അതിങ്ങനെ ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മരങ്ങളൊക്കെ വിട്ടുപോയിട്ട് നമുക്ക് കൂടുതൽ മഞ്ഞുള്ള മരനിരകൾ കാണാനായിട്ട് സാധിക്കുകയുണ്ടായി. എനിവേസ് അത് നല്ല ഒരു എന്താ പറയുക, അപ്പോൾ ചുറ്റും ആർമിയുടെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ആസാം റൈഫിൾസ്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് അത്യാവശ്യം ആർമിയുടെ വലിയ എന്തോ സംഭവമാണ്, ഡേഞ്ചറസ് ആയിട്ടുള്ള അത്രയും ടഫായിട്ടുള്ള ഫോഴ്സാണ്. ആ ഒരു ഫോഴ്സിൻ്റെ ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ കടന്നുകൂടിയാണ് നമ്മൾ സോനാമാർഗിലേക്ക് കടക്കുന്നത്. മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഇവിടെ നമ്മുടെ കാശ്മീരിൽ സിം വർക്കാവില്ല. എൻ്റേത് പോസ്റ്റ് പെയ്ഡ് സിം അല്ല, പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ അവിടെ വർക്കാവൂ. പ്രീപെയ്ഡ് സിം മാത്രം
പ്രീപെയ്ഡ് സിം വർക്കാകില്ല. അങ്ങനെ സിം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അവിടെ എയർപോർട്ടിൽ വെച്ച് സിം എടുക്കാം. ഞാൻ എടുത്തില്ല. സോ എയർപോർട്ടിൽ ഹോട്ടലിൽ വന്നിട്ട് വൈഫൈ ഇതാണിത്. പിന്നീട് നമ്മൾ പതുക്കെ സോനാമാർഗ് ടണലിലേക്ക് എത്തി. ഈ ടണലെന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്ററുകളോളമുള്ള ഒരു ടണലാണ്. നമ്മുടെ എന്താ പറയുക, വലതുവശത്തായിട്ട് ശിവൻ, മഹാദേവൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതാണ്ട് ശിവലിംഗം പോലെയുള്ള ഒരു സംഭവമാണ്. ഈ ടണലെന്ന് പറഞ്ഞാൽ അത്യാധുനികമായിട്ടുള്ള ടണലാണ്. നിങ്ങൾ ആ മോളിൽ കാണുന്ന സംഭവമില്ലേ, അതെന്താന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെന്ന് പറയുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഫുൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. ആ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി വിടാൻ, വണ്ടികളിൽ നിന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളി വിടാനുള്ള സാധനമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രാജ്യം എത്രത്തോളം വളർന്നു എന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പാലക്കാടുള്ള കുതിരാൻ ടണൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. അഫ്കോഴ്സ് പാലക്കാടൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ്. പക്ഷേ എന്നാൽ പോലും ഇതൊരു പ്രത്യേക വൈബാണ് ഗൈസ്. അങ്ങനെ പതിയെ നമ്മൾ സോനാമാർഗിലേക്ക് എത്തി. ആ ടണലിൻ്റെ പുറത്തേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഒരു നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ള സ്ഥലമാണ്. ഇനി മഞ്ഞുള്ള സ്ഥലം എത്തിയിട്ടില്ല. ഈ ഭാഗങ്ങളൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടേക്ക് നമ്മളെ ഡ്രൈവർ നമ്മളൊക്കെ ഒതുക്കുകയാണ്. അവിടെ അടുത്തായിട്ട് റെസ്റ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോവുകയാണ്. ടൈറ്റായിട്ട് ആർമി സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലം തന്നെയാണിത്. അവിടെ സോനാമാർഗിൽ എത്തിക്കുകയാണ്. ഇത്രയും വലിയ മഞ്ഞ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ്. അവിടെയുണ്ട്, ആ സൈഡിലുണ്ട്, നമ്മൾ അതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മുകളിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എനിവേസ് കുറേ ഫുട്ടേജ് എടുത്തു. ആ ടണലിൻ്റെയൊക്കെ, സോനാമാർഗ് ടണലിൻ്റെയൊക്കെ നമുക്ക് മുകളിൽ പോയിട്ട് ടെസ്റ്റ്. ഗൈസ്, നമ്മൾ സോനാമാർഗിൽ എത്തിയിരിക്കുകയാണ്. ടണലിലെ ബാക്കിൽ മഞ്ഞുമല. ഓക്കെ, ഫസ്റ്റ് ടൈം സീയിങ് സ്നോ, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഗൈസ്. സ്നോ ആണ്. നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല. ലെറ്റ്സ് ഗോ. നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാ മഞ്ഞ് കണ്ടില്ലേ? ഇവിടെ മൊത്തം മഞ്ഞായിക്കട്ടെ. ഇത് എടുക്കണോ വേണ്ട, കാരണം ചവിട്ടി മുകളിൽ കുറച്ചുകൂടെ ക്ലിയറാണ്. എനിവേസ്, മഞ്ഞ് കാണിച്ചു. ഇത്രയാണ്. ഇനി ഞാൻ കുറച്ച് മഞ്ഞിൽ എൻജോയ് ചെയ്യട്ടെ. ഇത്രയാണ് ഗൈസ് വ്ളോഗ്. സോ എല്ലാ വ്ളോഗിൽ ഇനിയുണ്ട് മഞ്ഞുണ്ട്. ഇതൊക്കെ കവർ ചെയ്ത് ജസ്റ്റ് എൻജോയ് ചെയ്യാം. ഇവിടെ മൊത്തം 0 ഡിഗ്രിയാണ്. അവിടെ മൊത്തം ഇങ്ങനെ മഞ്ഞ് പെയ്ത് എറിയരുത്. സ്നോ കാണിച്ചോട്. സ്നോ മൊത്തം എടുത്ത് കാണിച്ചോ. എറിയരുത്. സ്നോ ഇങ്ങനെ എടുത്ത് ചെയ്യാൻ ഇവിടെ ഉണ്ട്. വിചാരിക്കുന്ന പോലെയല്ല ഗൈസ്, ഇവിടെ സ്നോയിൽ തെന്നിപ്പോവും. ഞാനിങ്ങനെ ഷൂ ഇതാണ്, ഗ്രിപ്പുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ കാണിച്ചു തരാം. അല്ലേ, ഇങ്ങനെ ചവിട്ടി നമ്മൾ ഫ്രണ്ട് ചവിട്ടുമ്പോൾ ഞാനൊരു പേരിട്ട് എലിഫൻറ്റ് സ്റ്റെപ്സ് എന്ന് പേരിട്ട് ഞാൻ ചവിട്ടി ആന ചവിട്ടണമെന്ന് ചവിട്ടി ഒരു പടി ഉണ്ടാക്കി നമ്മൾ മുന്നേറണം, അല്ലെങ്കിൽ തന്നെ വീഴും. ഇവിടെ അടുത്ത മഞ്ഞറിയാണ്. കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇതാ പ്യുവർ വൈറ്റ് ആണ്. വെച്ചാൽ അവിടെ ആരും ആൾക്കാർ പോയിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആർമിക്കാരെ അവിടെ കടത്തി വിടില്ല. കാരണം അതിനപ്പുറത്ത് ടെററിസ്റ്റ് അങ്ങനെയല്ല, ആർമി സെക്യൂർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ അപ്പുറത്തേക്ക് കടത്തി വിടില്ല. അങ്ങനെയാണ്. തണുപ്പുണ്ട് കേട്ടോ. സീൻ തണുപ്പെന്ന് വെച്ചാൽ സീൻ തണുപ്പ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് മൊത്തത്തിൽ. ഇവിടെ മുകളിൽ മഞ്ഞാണ്. മുകളിൽ മൊത്തം അങ്ങറ്റം വരെ ഇതാണ്. മഞ്ഞ് ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. മഞ്ഞ് ഇവിടെ ചവിട്ടി ഇങ്ങനെ സീൻ മഞ്ഞൊക്കെ ആദ്യമായിട്ടുണ്ട്. കുറേ വേട്ട വളിയന്മാർ ഇങ്ങോട്ട് മഞ്ഞ് അറിയുന്നുണ്ട്. നമ്മൾ പതുക്കെ നോക്കി പോവാം. എന്ത് എറിയരുത്, താഴോട്ടിട്ടോ. ഇവിടെ കൊണ്ട് അവൻ കല്ല് പോലെ എന്തോന്നേ, കല്ല് കളിച്ച സാധനം അങ്ങനെ നിൽക്കുന്നു. സ്പെഷ്യലി അങ്ങനെ നമ്മുടെ സോനാമാർഗിലെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സോനാമാർഗ് വിട്ട് തിരിച്ചതാ ടണലിൻ്റെ ഫ്രണ്ടിരിക്കുകയാണ്. ഇവിടെ ബാത്റൂമുണ്ട്, അതിൻ്റെ അടുത്തേക്കാണ്. സോ നമ്മൾ സോനാമാർഗ് പറയുകയാണെന്ന് ആ റിവറും അത് കാര്യങ്ങളൊക്കെയാണ്. സോനാമാർഗിൽ നിങ്ങൾ കണ്ടപോലെ അധികം സ്നോ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച പോലെയല്ല, സ്ലോപ്പാണ്. ഇങ്ങനെ വഴുതി പോകും. ഒരു വട്ടം ഞാൻ വീഴുകയും ചെയ്തു. എനിവേസ്, സോനാമാർഗിലെ യാത്രകൾ കഴിഞ്ഞ് ഇനി തിരിച്ച് ശ്രീനഗറിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീനഗറിൽ ഇന്നത്തേക്കൊന്നുമില്ല. ഇത് നമ്മൾ ഹോട്ടലിൽ പോകുന്നു, സ്റ്റേ ചെയ്യുന്നു. നാളെ ഇതേപോലെ ഗുൽമാർഗ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഗുൽമാർഗിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവിടെ മഞ്ഞാണെന്ന് പറയുന്നത്.
അവിടെ എന്തോ നമ്മളിവിടെ സോനമാർഗിൽ പോയപ്പോൾ ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിൽ നമ്മൾ ഒരുപാട് പേരെ കടത്തി വിട്ടില്ല. എന്നിട്ടും നമുക്ക് ലക്ക് വെച്ചാണ് ഒരുപാട് റെയിൻബോ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ റെയിൻബോ കാണാൻ പറ്റി. എൻ്റെ സൗണ്ട് വ്യത്യാസം കാണും, തണുപ്പാണ്. റെയിൻബോ പണം ഞാൻ ഇവിടെ ഇട്ടേക്കാം, സൈഡിൽ അല്ലെങ്കിൽ അടുത്ത എൻ്റെ കൂടെ ഇട്ടേക്കാം. ഭയങ്കര രസമാണ്, സ്നോയും കാര്യം, കുറേ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. അതിന് പൈസയും കൊടുക്കേണ്ടി വന്നു. ഓഫ് കോഴ്സ് നല്ല കാര്യമാണ്. അപ്പം ഇനി നാളത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഗുൽമാർഗ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ്. അവിടെ എന്ന് പറയുന്നത് ഏതാണ്ട് നല്ല മഞ്ഞുള്ള ഇതിനെക്കാട്ടിനും മഞ്ഞ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിവേയ്സ് അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഡേ പോകുന്നത് നമ്മുടെ ഷോപ്പിങ്ങിലോട്ടാണ്, മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞു അത് വേണം ഇത് ഇതാന്ന്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി അതിനെക്കാണ്ട് ചീപ്പായിട്ട് ഹൈ ക്വാളിറ്റി ഐറ്റംസൊക്കെ ക്വാളിറ്റി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ആണെന്നുള്ള അവർ പറയുന്നത്. എന്തായാലും എൻ്റെ മുടി വരെ തണുത്തുപോയി. പല ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ തെർമൽസും ടീഷർട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട്, കൈ മരവിക്കുന്നുണ്ട്. എനിവേയ്സ് അവിടെ അധികം ഞാൻ പറഞ്ഞ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല മഞ്ഞത്ത്. എന്നാൽ പോലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേയ്സ് ഞാൻ ഇവിടെ ഒരു ആർമിയുടെ ഒരു കേന്ദ്രമാണ്. ഇവിടെ ആർമിക്കാർ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ്, അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം നാളെ നമ്മൾ ഗുൽമാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. ഈ വ്ളോഗ് എനിക്ക് അറിയില്ല ഡെയിലി എന്ന് വെച്ചാൽ ഇത്രയും ഡേയ്സ്, ഡേ 1 ഡേ 2 അങ്ങനെ ഉണ്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞത്, എനിക്കിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും എഡിറ്റ് ചെയ്യുമ്പോൾ വേണ്ടി പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. ഒരിക്കൊറ്റ വലിയ വ്ളോഗ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വീട്ടിൽ പോയി ഫുട്ടേജൊക്കെ കയറ്റി കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അറിയാം ഒരു ദിവസം എത്ര മിനിറ്റ്സ് ഓഫ് ഫുട്ടേജ് കിട്ടുമെന്ന് വരുമെന്നുള്ളത്. എനിവേസ് സോനാമാർഗ് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തോട് നമ്മൾ വിട പറയുകയാണ്. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊന്നുമല്ല സംസാരിക്കാറുള്ള. സാധാരണ മഞ്ഞും തണുപ്പൊക്കെ അടിച്ച് ഞാൻ ആകെ ഒരുമാതിരി അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടില്ല അവിടെ എൻ്റെ പറയുന്ന സ്നോ ആണ്. ഇതാണ്ട സീൻ. എനിവേയ്സ് നമ്മളിവിടെ ബാത്റൂമിനൊക്കെ പോകാൻ വേണ്ടി ജസ്റ്റ് ഫ്രഷപ്പ് ആവാനൊക്കെ വേണ്ടി നിന്നതാണ്. ഞാൻ സോനാമാർഗിട്ടാണ് കാണിച്ചു തരാം. ഞാൻ കാണിച്ചത് സോനാമാർഗിട്ടാണ്. ഇത് മറ്റേ ബൈക്ക് വേണ്ട, ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ ആർമിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേയ്സ് നമുക്ക് പോകാം. മനോഹരമായ നദിയാണ് ഇവിടെയാണ് നമ്മളെ വണ്ടി. മനോഹരമായ നദിയുടെ പിന്നെ പുറകിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല തണുപ്പുണ്ട് കേട്ടോ, സീരിയസ്ലി. ഞാൻ ഇവിടെ പുക വരുമോ നോക്കാം. ഒരു ചുക്കും വന്നില്ല. എനിവേസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നാളെ ഗുൽമാർഗിലോട്ട് വേണമെങ്കിൽ നമ്മൾ ശ്രീനഗറിലെ ഹോട്ടലിലേക്ക് തിരിച്ചു പോവുകയാണ്. എനിവേസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ട്രിപ്പ്. എനിക്ക് കുറച്ചുകൂടി സൊവനീയേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം. എന്നുവെച്ചാൽ സാധനങ്ങൾ എന്നുവെച്ചാൽ ഇവിടെ വന്നെന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ അറിയിക്കേണ്ടേ, വീട്ടിൽ തിരിച്ച് സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ, അതിനൊക്കെ. എനിവേസ് വൺ ലാസ്റ്റ് ഫൈനൽ വ്യൂ, വി ആർ ഗോയിങ്. ബൈ, നാളെ കാണാം. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ഗുൽമാർഗ് എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സ്ഥലം കുറച്ചുകൂടി നമ്മുടെ സോനമാർഗിനെക്കാട്ടിലും വ്യത്യസ്തമാണ്. ഒരുപാട് മരങ്ങൾ ഇടതുവശത്തും വലതുവശത്താണ്. ഒരു ഗുൽമാർഗ് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു കാലത്തിൽ, അതായത് ഈ സീസണിൽ കുറച്ചുകൂടി മരങ്ങളൊക്കെ വന്ന് നിറഞ്ഞ ഗ്രീനറി ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗുൽമാർഗ് എന്ന് പറയുന്നത് എന്ന് എനിക്ക് തോന്നി. എനിവേസ് ആ റോഡുകളും അങ്ങനത്തെ വളഞ്ഞും പുളഞ്ഞും അങ്ങനെ പോകുമ്പോൾ ഒരു നമ്മളെയൊക്കെ ഒരു പൊന്മുടി ലെവൽ സാധനമാണ്. വിത്ത് കുറച്ചുകൂടി ഒരുപാട് മരങ്ങൾ വെച്ചോട്ടിട്ടുള്ള സ്ഥലം. ഇതൊക്കെ നാച്ചുറലി വരുന്നതാണ്, അതിനും വച്ചതൊന്നുമല്ല. കൂടുതലും പൈൻ മരങ്ങളും അതുപോലുള്ള മറ്റു മരങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. വഴിയുടെ രണ്ടോരങ്ങളിലായിട്ട് അങ്ങനെ ഒരു നേച്ചർ ഫീൽഡായിട്ട് കുറച്ചുകൂടി ഉയരത്തിലേക്ക് കിടന്നപ്പോൾ എന്താണ് പറയുക, ആ മരങ്ങളുടെയും മലകളുടെയും ഒരുപാട് കാര്യങ്ങളിങ്ങനെ അതിൻ്റെ മനോഹാരിതയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാനായി പറ്റി. എന്താ പറയുക, വളരെ നല്ലൊരു സ്ഥലം തന്നെയാണ്. ഈ പോകുന്ന വഴി എങ്ങനെയാണെങ്കിൽ പോകുന്ന സ്ഥലം എത്രത്തോളം മനോഹരമാവുമെന്ന് ചിന്തിച്ചു നോക്കൂ ഗൈസ്. നമ്മൾ ഗുൽമാർഗിലെത്തിയിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ മുകളിൽ സ്നോ ഉണ്ട്. ഇവിടെ കൂടുതൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. അവിടെ ഒരു കോവിലുണ്ട്, കാണുന്നില്ലേ, അത് ശിവൻ്റെ അമ്പലമാണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. മുകളിൽ ഈ പുല്ലാണ്, ഇവിടെ ഫുള്ള് ഇതായി കാണുന്ന പോലെ പുല്ലാണ്. ഇവിടെ വൃത്തിയില്ല, കാരണം ഈ കുതിര ചാണകമല്ല, അതിന് ഇഷ്ടമല്ല, നാറ്റമുണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചു തരാം.
വരുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ ചുറ്റും കൂടും. നമുക്ക് അത് തരാം ഇത് തരാം, ഹോഴ്സ് റൈഡ് തരാം. എനിക്ക് ഹോഴ്സ് റൈഡ് പറ്റില്ല. എന്താണെന്നറിയാമോ, ഭയങ്കര നടുവേദന. അന്ന് മറ്റേ ഇവിടെ പോയത്, ഇവിടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലം പറഞ്ഞു പോയി, പെഹൽഗാം ആണെന്ന് തോന്നുന്നു. പെഹൽഗാമിൽ പോയത് ഒരു ദിവസം മൊത്തം നടുവേദന. എനിവേസ് ഇവിടെ നടന്ന് കാണാൻ തന്നെ തീരുമാനിച്ചു. ബാക്കിയുള്ളവർക്കും നടുവേദന. ഇങ്ങനെ കുതിര അത്ര ഇഷ്ടമല്ല. എനിവേസ് അങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചു. ഇവിടെ ശിവ ടെമ്പിൾ ഉണ്ട്. ശിവ ടെമ്പിളിൻ്റെ പേര് ഞാൻ കാണിച്ചു തരാം. എനിക്ക് എന്താണെന്നറിയാമോ, ഇത് മാറ്റി കാണിക്കാം. നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരാം. എൻ്റെ ഫേസ് കണ്ടിട്ട് എന്താണ് മൗണ്ടൻസ് സൂമണിയ മൗണ്ടൻസ് ഉണ്ട്. മൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ഞാൻ വോയിസ് ഓവറാണ് അവിടെയൊക്കെ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ സംസാരിക്കുക, പാട്ട്. ഇവിടെ ഇതാണ് ശിവ ടെമ്പിൾ, മഹാറാണി മന്ദിർ, ഗുൽമാർഗ്. പക്ഷേ ശിവ ടെമ്പിൾ ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും പോയി നോക്കാം, അവിടെ പോയി നോക്കാം. എനിവേസ് അതാ ഒരു പാലം കയറിയാണ് പോകുന്നത്. വെള്ളമുണ്ട്. പോ ചവിട്ടി തടിയാണ്. അങ്ങനെ കയറി പോന്നു. ഞാൻ മുമ്പേ കയറി പൊക്കോട്ടെ. പടി ഒരിതില്ല. ഈ വീതി ഇല്ല ഗൈസ്. ഇങ്ങനെ കയറിപ്പോ ചിലതല്ല ഇങ്ങനെയാണ് കയറിപ്പോ. ഭയങ്കര പാട് പിടിച്ച പണിയാണ് കേട്ടോ. ഒറ്റ കൈ പിടിച്ചാണ് ഞാൻ കയറിപ്പോ. നമ്മൾ ഒരു കയ്യിൽ ഫോൺ ബ്ലോഗ് ചെയ്തുകൊണ്ട് വച്ചാണ് കയറി പോണത്. എനിവേസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മളവിടെ വന്ന സിന്ധു ആൻറ്റി ഉണ്ട്. അമ്മയും ബാക്കിൽ അമ്മയും ബാക്കി നമ്മളവിടെ വന്നവരൊക്കെ ഉണ്ട്. കുതിര എനിക്കിഷ്ടമല്ല. ഫുൾ കുതിര വെച്ചാണോ, ഭയങ്കര തിരക്കാണ്. ഇതാ അവിടെ മൗണ്ടൻസ്, അടിപൊളി സ്നോ ഫീൽഡ് മൗണ്ടൻസ്. എനിവേസ് ഇങ്ങനെ കയറി ഈ പടി മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചില്ല. ആ എഴുത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശ്വാസമല്ല, ആ എഴുത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആത്മജ്ഞാർ എത്രത്തോളം കഷ്ടപ്പെട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. അവിടെ ഈ പൂവുണ്ടോ? കാണിച്ചു തരാം. ഈ വെള്ളപ്പൂ. നമ്മൾ അപ്പൂപ്പൻ താടി വരെ ഉണ്ട്. അപ്പൂപ്പൻ താടിയാണെന്ന് പറഞ്ഞൂടാ. എനിവേസ് ശിവമന്ദിർ അമ്പലത്തിൻ്റെ അകത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്യില്ല. അകമുണ്ട്. പുറത്തുനിന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മറ്റേ വിക്സിൻ്റെ ഒരു മുട്ട അയച്ച് അപ്പോൾ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രത്തും വരുന്നുണ്ട്. അത് ഭയങ്കര തണുപ്പാണ്. കയറി ഇവിടെ ആർമിക്കാരൊക്കെ ഉണ്ട്. എന്നാലും കാണിച്ചു തരാം. ആൾക്കാരെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട്. ഇതാണ് അമ്പലം. ശിവ ടെമ്പിൾ തന്നെയാണ്. നല്ല ശിവ ടെമ്പിൾ നല്ല രസമുണ്ട്. ഹര ഹര മഹാദേവ് അടിപൊളിയായിട്ടാണ്. കൂട്ടി കാര്യങ്ങളൊക്കെ വേറെ. ഗുൽമാർഗിൻ്റെ താഴ്വരകൾ, ഗ്രീൻലാൻഡ്, ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടും. അങ്ങോട്ട് മഞ്ഞ് വരുന്നുണ്ട്. ഗ്രീൻലാൻഡ്, ഗ്രാസ് ലാൻഡ് എന്നറിയപ്പെടുന്ന ഈ മനോഹരമായ സ്ഥലത്ത് ക്ഷേത്രം, അമ്പലമാണ്, കോവിലാണ്. നല്ല വ്യൂ ആണ്. നല്ല കാറ്റുകൊണ്ട് തണുപ്പുണ്ട്. ആ അമ്പലത്തിൽ പോയി അതിവിടെ നിന്ന് ഒരു മണിയുണ്ട്, വലിയ മണിയാണ്. അതടിച്ച് ആ ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ഒരു നെഞ്ചൊക്കെ ഭയങ്കര പ്യൂരിഫൈ ആയി. ഭയങ്കര സമാധാനം. അവിടെ വെള്ളമുണ്ട്, പൈപ്പിൽ വെള്ളം, നല്ല തണുത്ത വെള്ളം, കോവിലത്തെ വെള്ളം. അത് കുടിച്ച് നല്ല രസമാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. മഞ്ഞപ്പൂ, മറ്റൊരു പൂവുണ്ട്. അതായത് ഇത് വളർന്നു കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം വളർന്നിരിക്കും. പിന്നെ എത്ര വെട്ടിക്കളഞ്ഞാലും പോലും ഇത് അതാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം കുറച്ചേ ഉള്ളൂ. പക്ഷെ എന്നാലും കുറേ ഉണ്ട്. ഇവിടെ നിന്ന് പലരും ഇവിടെ മോളിൽ നിന്ന് താഴോട്ട് ഉരുളാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഉരുളാൻ നോക്കുന്ന സംഭവം എന്ന് വെച്ചാൽ അവിടെ ഹോഴ്സ് റൈഡിങ് കാര്യങ്ങളുണ്ട്. കുതിരപ്പുറത്ത് പോകുന്നവരുണ്ട്, ഹെലികോപ്റ്ററിൽ പോകുന്നവരുണ്ട്. ഹെലികോപ്റ്ററിന് ഞാൻ നോക്കി 10 മിനിറ്റ് പോകുന്നതിന് കിട്ടുന്നത് 9500 രൂപയാണ്. അത് ലൈക്ക് നോട്ട് വർത്ത് ദ മണി. സോ ഇതാ അവിടെ ഒരു നീലപ്പൂവാണ്, കാണിച്ചില്ല. നീലപ്പൂ
നല്ല സ്ഥലമാണ്, മനോഹരമായ സ്ഥലം. നാളെയാണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്, ലാസ്റ്റ് ഡേ ഇൻ കാശ്മീർ. നാളെ ഒരു ഉച്ചയ്ക്കെങ്ങാണ്ടാണ് ഫ്ലൈറ്റ്, കൃത്യസമയം ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും നാളെയാണ് നമ്മൾ മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നത്. ഈ ഫഡ്ജോ, വാൾനട്ട് ഫഡ്ജ് വാങ്ങണം, പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം വീട്ടിൽ പോകുന്ന നാട്ടിൽ, കാരണം തിരുവനന്തപുരത്തോട്ട് പോകുന്നവർക്ക് അവിടെ പോകുമ്പോൾ തിരിച്ചെന്തെങ്കിലുമൊക്കെ കൊടുക്കണം, സൊവനിയർ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ മാർക്കറ്റിൽ ഇന്ന് ഗുൽമാർഗ് കണ്ടു തീർത്തിട്ട് മാർക്കറ്റിൽ പോകാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. എനിക്ക് ആരും കാണിച്ചു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാണിച്ചുതരാം. കൊടി അതാ നമ്മളെ സിന്ധു വർമ്മ ആക്ട്രസ്. ഒരു ഹായ് കാണി, വ്ളോഗ് ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് ഇന്ത്യയുടെ ഫ്ലാഗാണ്. ഐ ലവ് മൈ ഇന്ത്യ, ഭാരത് മേരെ ഭാരത് മഹാൻ ഹെ. അത് സൂമാണ്, ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നതാണ്, സൂം അയക്കാൻ. എനിവേസ് ഇവിടെ അധികമൊന്നുമില്ല, ഈ ഗ്രാസ് ലാൻഡ്സ് പോലെ തന്നെയുള്ളൂ. ആ ഗ്രാസ് ലാൻഡ്സ് പുല്ലിങ്ങനെ പൊഴുത്തടികൾ കുറേ ദൂരം കുറേ ദൂരം കിടക്കണം. ഇനി ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കാണിച്ചു തരാം, മാർക്കറ്റിൽ നിന്ന് പോവുകയാണെങ്കിൽ. എനിവേസ് ഇത് അധികം ഒന്നുമില്ല. മറ്റേ സോനമാർഗാണെങ്കിൽ സ്നോ ഉണ്ടായിരുന്നു, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ചാണ്. സ്നോ ടൈമിലും സീസണിൽ സ്നോ ആണ്, പക്ഷേ ഇവിടെ ഫുൾ പുല്ലാണ്, നമ്മളെ ഈ നീലഗിരീസൊക്കെ പോലെ തന്നെ. അപ്പോൾ ഇനി മാർക്കറ്റിൽ പോയിട്ട് ഷോപ്പിംഗ് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി പോവാണ്. എനിക്ക് അതിനെ സംസാരിക്കാൻ പറ്റില്ല, ഞാനൊരു വ്ളോഗ് എടുക്കുന്നത്. കാരണം ഇത്രയും പൊക്കമുണ്ട്, എയർ പ്രഷർ വേരി ചെയ്യാണ്, ശ്വാസം എടുക്കാൻ പറ്റില്ല. അവിടെ ചെന്നിട്ട് സൈറ്റ്സൊക്കെ കാണിച്ചു തരാം. സോ നമ്മൾ പിന്നെ നടന്നതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലത്തെ പോയിന്റിലോട്ട് നമ്മൾ പോവുകയാണ്. മുകളിലത്തെ പോയിന്റ് പോകുന്നത് വെച്ചാൽ നമ്മൾ വേറൊരു വണ്ടി കയറി മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ വണ്ടി വന്ന് നമ്മളെ ഗൈഡ് പോലത്തെ ഒരാൾ വന്നായിരുന്നു. അയാളെന്ന് വെച്ചാൽ അയാളെ കത്തി എന്ന് പറഞ്ഞാൽ ലോക കത്തിയായിരുന്നു. ഐ മീൻ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കത് കത്തിയിട്ട് തോന്നും. എൻ്റെ കൂടെ വന്ന വേറെ ആർക്കും ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല. കാരണം ഞാൻ എവിടെ പോകുന്നതിന് മുമ്പ് ഇതാണ് ആ ഗൈഡ് കത്തിയടിച്ചിട്ട് ഐ മീൻ ഞാൻ എവിടെ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പും എന്തെങ്കിലും ഇപ്പോൾ ഒരു സാധനം വാങ്ങുന്നതായിക്കോട്ടെ, ഒരു സ്ഥലത്ത് പോകുന്നതായിക്കോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായിക്കോട്ടെ, അതിനെ കുറിച്ചിട്ട് 100 വട്ടം റിസർച്ച് ചെയ്യും. അതിനെ കുറിച്ച് പല വീഡിയോസ് കാണും, റിവ്യൂ ആണ്, ഓണർഷിപ്പ് റിവ്യൂ ആണ്, പിന്നെ അതിൻ്റെ ട്രെയിലറാണ്, ടീച്ചറാണ്, ഹിസ്റ്ററി നോക്കും, ജോഗ്രഫി നോക്കും, പൊളിറ്റിക്കൽ സയൻസ് നോക്കും, എക്കണോമിക്കൽ പരമായിട്ട് നോക്കും. ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്തിട്ടേ ഒരു കാര്യത്തിൽ ഇറങ്ങാറുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ വിളിക്കണം. അദ്ദേഹം ആ ഒരു എഫേർട്ട് എടുത്തു, അത് എനിക്ക് കത്തിയായിട്ട് തോന്നി. ബാക്കിയുള്ളവർക്ക് അത് ഗുണകരമായിട്ടുണ്ട്, അതെനിക്കറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എനിക്ക് കത്തിയായിട്ട് തോന്നി. കാരണം എനിക്ക് ഒരുപാട് നന്നായിട്ട് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോകുന്നതിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു കത്തി പോലെയാണ് തോന്നിയത്. എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ തന്നെയാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. അദ്ദേഹം സംസാരിക്കുന്നതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു അവസ്ഥ വരികയാണ് ഉണ്ടായത്. കയറി വണ്ടി കയറി ഇത്ര ഹൈറ്റുള്ള സ്ഥലത്തെത്തി. ഇതേ സ്ഥലം എന്ന് വെച്ചപ്പോൾ കാരണം പറയാം, ഞാൻ നേരത്തെ അത് കാണിച്ച പോലെ നമുക്കിത് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഉദ്ദേശമായിരിക്കും. തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ വലിയ തണുപ്പില്ല, ചെറിയൊരു കാറ്റ്, അങ്ങനെ ഒരു മരം കോച്ചുന്ന തണുപ്പല്ല. ഒരു ഒക്കെ വെച്ചിട്ടുണ്ട്, ഈ വെള്ളയും മഞ്ഞയും പൂവും. മറ്റേ കേബിൾ കാറിൻ്റെതാണെന്ന് തോന്നുന്നു, പക്ഷെ എപ്പോഴത്തെ ആണെന്നുള്ള പഴയത്. ഇവിടെ മൊത്തം അപ്പൂപ്പൻ ചവിട്ടോ, അതെ അപ്പൂപ്പൻ താടിയാണെന്നോ പോകുന്നുണ്ട്. നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ശ്വാസം കിട്ടാൻ ഭയങ്കര പാടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ശ്വാസം ബ്രീത്തിങ് ഭയങ്കര പ്രശ്നമാണ്. നല്ല ഹൈറ്റാണ്, നല്ല ആൾട്ടിറ്റ്യൂഡാണ്, നല്ല അബവ് സീ ലെവലാണ്. ബ്രീത്തിങ് ഒക്കെ എന്താ. നമുക്ക് പതിയെ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ കണ്ടിരിക്കുക. ഇവിടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. എനിവേസ് ഇവിടെ കുറേ ആണ് ചുമ്മാ നടന്ന് പോകണ്ടാകും, എന്തിനാന്ന് അറിഞ്ഞൂടെ. മോളിൽ പോയിട്ട്
അവിടെ നല്ല വിഷ്വൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പിന്നെ നമുക്കിനി മാർക്കറ്റാണ്, അതൊക്കെ കാണിച്ച് സെറ്റാക്കാം. ഓക്കെ. സോ ഗൈസ്, നമുക്ക് അപ്രതീക്ഷിതമായി കിട്ടിയൊരു സമ്മാനമായിരുന്നു കേബിൾ കാർ. അല്ല, അമ്മയുടെ ഉടനെ ആയിരുന്നു. അപ്പം ഇത് പിന്നെ മുന്നോട്ട് പോയ സമയത്ത് അതിൻ്റെ അകത്ത് ഗൈഡ് ഉണ്ടല്ലോ, ഗൈഡ് ഇങ്ങനെ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം സംസാരിച്ചുള്ള ഫുഡ് എടുക്കാൻ പറ്റില്ല. കേബിൾ കാർ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ അനിയന് ചെറുതായിട്ട് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിന് മുമ്പ് നമ്മുടെ മലമ്പുഴയിലൊക്കെ കയറി, പിന്നെ വേറെ എവിടെയോ ഇതുപോലത്തെ ഒരു കേബിൾ കാറിലും കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അധികം പേടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു മഞ്ഞൊക്കെ ഉള്ളപ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഇപ്പോഴും നല്ല ഒരു ഗ്രീനറി കാര്യങ്ങളൊക്കെ കൊള്ളാം. പൈൻ മരങ്ങളാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൈൻ മരങ്ങളാവണം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തുക. നല്ല ഗ്രീനറിയും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ചിലർക്ക് പേടി തോന്നും, കാരണം അത് പൊട്ടി താഴെ വേണം എന്ത് പറ്റും ആയിരുന്നു. പക്ഷേ എനിക്കതൊന്നും തോന്നിയില്ല. പക്ഷെ നല്ല ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ വ്ലോഗ് എടുത്തുകൊണ്ടേയിരുന്നു. നല്ല സ്നോയിൽ പടർന്നു കിടക്കുന്ന സ്നോ ഇങ്ങനെ പടർന്നു കിടക്കുന്ന മലനിരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിരുന്നു. കുറേ മരങ്ങളും പകുതി മുറിച്ച മരങ്ങളും അങ്ങനെ ആയിട്ട്. പിന്നെ കുറച്ചുകൂടി പോകുമ്പോൾ നമുക്ക് കച്ച ഹൗസും പക്ക ഹൗസുകളും നമ്മൾ 4ാം ക്ലാസ്, എനിക്ക് 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സാധനങ്ങളാണ് കച്ച ഹൗസ് പക്ക ഹൗസ് എന്നൊക്കെ പറഞ്ഞ്. അതോ നിങ്ങളാ കാണുന്നതൊക്കെയാണ് കച്ച ഹൗസ് പക്ക ഹൗസ് എന്നൊക്കെ പറയുന്നത്. അത് ICSEയിലാണോ എന്ന് സംശയമുണ്ട്. ഐ മീൻ CBSEയിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയാം. ഞാൻ ICSE ആണ് പഠിച്ചത്. അപ്പം എനിവേസ് നല്ല വ്യൂസാണ്. എനിക്കിത് സൂം ചെയ്ത് എടുക്കുമ്പോൾ ആ മഞ്ഞ് ഇങ്ങനെ വന്ന് കിടക്കണത് എൻ്റെ മോനെ രസമായിട്ടാണ്, അടിപൊളി. മീൻ വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഗ്ലാസ് വന്നിട്ട് കുറച്ച് സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരിത്. പക്ഷേ ഐഫോണിൻ്റെ ക്യാമറയാണ്, നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. എനിവേസ് അത് തിരിച്ചു പോകുമ്പോൾ ഉള്ള ഒരു ഫുട്ടേജാണ് ഞാൻ തിരിച്ചെടുക്കുമ്പോൾ എടുത്തത്. നിങ്ങൾ ആ കണ്ടതാണ്, നമ്മൾ കയറിയാണ്. ഇത് നമ്മൾ താഴോട്ട് പോകുന്നതാണ്. ആ മരം കണ്ടില്ല, അതിൻ്റെ മോളറ്റത്ത് സാധനമില്ല, താഴെ നടുക്ക് മാത്രമേ ഇലയുള്ളൂ. പിന്നെ ആ പർവ്വതനിരകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പർവ്വതനിരകളുടെ ചുറ്റും ഇങ്ങനെ മഞ്ഞ്. ഐഫോണിൻ്റെ ക്യാമറ എൻ്റെ മോനെ വേറെ ലെവൽ. വീഡിയോഗ്രാഫിക്ക് ഇത്രയും നല്ലൊരു ഫോൺ വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നല്ല, അത് പരക്കെയുള്ള അഭിപ്രായം അത് തന്നെയാണ്. ഇത്രയും സൂമായിട്ട് വെച്ചിട്ട് എനിക്ക് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ഐഫോണിൻ്റെ ക്യാമറ ഇതിലൂടെ. എനിക്ക് നമ്മളുടെ മിലിറ്ററി മ്യൂസിക് തന്നിരിക്കുകയാണ്. വോയിസ് ഓവറാകും ഞാൻ കാണിച്ചു തരാം. ഇൻഡോ പാക് 1947-8 ഫ്ലൈയിങ്, അത് പറക്കുന്ന ആ വാറിൻ്റെ കാര്യങ്ങൾ. 1965 ഇൻഡോ പാക് വാറിൻ്റെ വിശേഷങ്ങളാണ്. ഇത് പരംവീർ ചക്ര അവാർഡ് ലഭിച്ച ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നുള്ള സോൾജേഴ്സാണ് പരംവീർ ചക്ര. ഇത് ഫ്രോണ്ടിയേഴ്സിനെ കുറിച്ച് നമ്മുടെ സിമ്പിൾ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് തോക്കുകളും കാര്യങ്ങളാണ്. ബോംബ് ത്രോവറാണ്, ബോംബ് ത്രോയർ മാർക്ക് 2 ബോംബ് ത്രോയറാണത്. ഇത് അശോക ചക്ര, അങ്ങനത്തെ അശോക ചക്ര കിട്ടിയത്. ഇത് G3 റൈഫിലാണ്, 1971 പാക് വാർ, ഇൻഡോ പാക് വാറിൻ്റെ. ഇത് ഹോച്ചിക്സ് എന്ന് പറയുന്ന തോക്കാണ്. ഇവിടെ കാർഗിൽ വാർ 1999, അത് കളറിലാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് ഇന്ത്യൻ ആർമിയുടെ പല സിൻസ് ഇൻഡിപെൻഡൻസ് ആയിട്ടുള്ളതും ബ്ലഡ് ഗട്ട്സ് ആൻഡ് ഗ്ലോറി ഫൈറ്റും. ഇത് ജമ്മു ആൻഡ് കാശ്മീർ പ്രിൻസ്ലി സ്റ്റേറ്റും ഇന്ത്യ ആയിട്ടുള്ളതിൻ്റെ റെപ്ലിക്കയാണ്. ഇതെന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ്, പീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ഓരോ കത്തുകളല്ല സ്റ്റേറ്റ്മെൻറ്റ് പോലെ, അഗ്രിമെൻറ്റ് പോലെ ആണ്. ഇത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മെഡീവിയൽ പീരീഡ് തൊട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഓരോ ഡൈനാസ്റ്റി, നമ്മളെ പാണ്ഡവ ഡൈനാസ്റ്റി, ഗൊണാണ്ട ഡൈനാസ്റ്റി, കനിഷ്ക, ഉത്പല, മുസ്ലിം റൂൾ ഈ 1320 AD വന്നത്. ഇവിടെ ഒരു പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു കല്ലുകളും അച്ചുകളുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എനിവേസ് ഇവിടെ ഒരു സാധനമുണ്ട്, ഒറ്റ സെക്കൻഡ്. ഇത് ടൈം ലൈനാണ്, അതെന്ന് പറഞ്ഞൊരു ടൈം ലൈനാണ് അതിൻ്റെ ഒരു ഇത്. ഇതും ടെറാക്കോട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്.
അങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇതാ ഹിസ്റ്ററി കിട്ടുന്ന സ്ഥലമാണ്. അതവിടെ വീഡിയോ അലൗഡ് അല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ എടുക്കാൻ പറ്റും. എടുത്തു. വളരെ നല്ല സ്ഥലം. ജമ്മു ആൻഡ് കാശ്മീരിൽ വരുമ്പം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക ഗുൽമാർഗ് ആർമി മ്യൂസിയം. ഓക്കെ ഗൈസ്, ഇനി ബാക്കി കാണിച്ചു തരാം. ഇതാണ് മാർക്കറ്റ്. ഇവിടെ നിന്ന് വല്ല വാങ്ങാൻ അധികം ഷൂട്ട് ചെയ്യില്ല. ഇവിടെ അത്ര വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ മാർക്കറ്റിൽ നിന്ന് എന്തോ വാങ്ങിയിട്ടുള്ളത് കാണിച്ച് അത് ഞാൻ വേറൊരു വീഡിയോ. മാർക്കറ്റ്, അവിടെ ക്ലോക്ക് ടവർ, ഓരോരോ കടകൾ. ഇങ്ങനെ ഇവിടെ ഓരോരോ കടകളുണ്ട്. ടീഷർട്ട് അത്ര രസം തോന്നിയില്ല എനിക്ക്. ഡ്രസ്സാണ് ഇവിടെ കിട്ടുക. ഇവിടെ സെറ്ററും കാര്യങ്ങളൊക്കെ, ഇവിടെ സെറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു വലിയൊരു ക്ലോക്ക് ടവറാണല്ലോ. അത് എന്താ മധുര പലഹാരം, പായസം പോലെ എന്തോ കൊടുക്കുന്നുണ്ട്. ഐസൊക്കെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ വിൽക്കുകയാണ്. ബ്ലാങ്കറ്റ്. ഇവിടെ ഈ ഒരു അറ്റം വരെ തുണി കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഷൂസ്, ഇവിടെ ജട്ടി ഇങ്ങനെ പോകുന്നു. ഇവിടെ കുറെ കുട്ടി ഉടുപ്പുകൾ കാര്യങ്ങൾ. എന്താണെന്ന് പറഞ്ഞോളൂ, ബെഡ്ഷീറ്റാണ് എന്തോ. അതിൻ്റെ കൊച്ചുകുട്ടികളുള്ള ചെരുപ്പുകൾ കാര്യങ്ങൾ. അവിടെ കുറേ ടീഷർട്ടും കാര്യങ്ങളുണ്ട്. അത് അത്ര നന്നായിട്ടുള്ളൊരു സംഭവമല്ല, ഒരു രസമില്ല. നല്ല നമുക്ക് ഇടുമ്പോഴൊക്കെ ഭയങ്കര ചൂടായിരിക്കും, ക്വാളിറ്റി കുറവായിരിക്കും. പാവകൾ കാര്യങ്ങൾ. ഈ മാർക്കറ്റുണ്ട്. ഈ മാർക്കറ്റിൻ്റെ അകത്ത് ഹോം അപ്ലയൻസ് സ്റ്റോർ, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച്. ക്ലോക്ക് ടവർ രക്ഷയില്ല കേട്ടോ. വേറെ ലെവൽ പരുകയാണ്. ഇവിടെ മറ്റേ ഇതും ബ്ലാങ്കറ്റും എടുത്തുന്ന സംഭവമാണ്. കേക്കോ ഇല്ലെന്നാണ് ഇവിടെ. അല്ലെങ്കിൽ വോയിസ് ഓവർ ഇടാം. പാൻറ്റുകൾ, ജീൻസുകൾ. ഞാൻ ഇതൊന്നും വാങ്ങില്ല. ഡ്രസ്സാണ് ഇന്നത്തെ അന്ന് ഒരുപാട് ദൂരം ഡ്രസ്സാണ്. പഞ്ഞി മുട്ടായി വേണം. നമ്മൾ ഇവിടെ നിന്ന് നമ്മളൊരു 3 ബ്ലാങ്കറ്റ് അടിച്ച് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാനൊരു ഹോൾ വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ മൊത്തം തുണി സ്റ്റോറുകളാണ്. യാത്ര തുടരുകയാണ്. ഇവിടെ മാർക്കറ്റിൻ്റെ നടുക്കൂടെ റോഡുണ്ട് ഗൈസ്. ഇവിടെ ഇത് പല തിരക്കാണ്. കട്ട് ചെയ്ത് നടന്നത്. ഇവിടെ ജീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ അവിടെ ഒരു കട, വാഫിൾ കട. ഇവിടെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ തുണികൾ ബാഗുകൾ കാര്യങ്ങൾ. ബാഗെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ലോ ക്വാളിറ്റി സാധനമാണ്. ആ ക്ലോക്ക് ടവർ അടുത്തൊരു ബ്യൂട്ടി. അടുത്ത് നമ്മളെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടോ, എന്ത് രസമല്ലേ. തുടരുകയാണ്. ഇവിടെ കുറേ വെള്ളത്തുണി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയാൽ എനിക്ക് മുഴുവനും കവർ ചെയ്യണമെന്ന് തന്നെ ഡൗട്ടാണ്. ഇങ്ങനെ തുണി ഷോള് അത് ഇത് അങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ. എനിക്കിങ്ങനെ മൊത്തത്തിൽ എല്ലാ കവർ ചെയ്ത് മതിയായി. ഈ മേടിച്ച സാധനങ്ങളുടെ ഒരു ഇത് ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ടിടാം.
സോ ഫൈനലി ഞാൻ വാൾനട്ട് ഫഡ്ജിൻ്റെ കടയിലോട്ട് എത്തി. മൂൺലൈറ്റ് എന്നാണ് കടയുടെ പേര്. നമ്മൾ ശ്രീനഗർ എയർപോർട്ടിൻ്റെ അടുത്താണ് കട. അവിടെ നിന്ന് മറ്റേ വാൾനട്ട് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നിങ്ങൾ ഈ കാണുന്നതാണ് വാൾനട്ട് ഫഡ്ജ്. അതൊരു സ്വീറ്റാണ്, നല്ല ടേസ്റ്റാണ്. വാൾനട്ടൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ്. നമ്മളൊരു 6-7 പെട്ടി തന്നെ മേടിച്ചു. അതേ സമയത്ത് തോന്നുന്നു വ്ളോഗ് അവിടെ വെച്ച് എന്ത് ചെയ്യണം, പക്ഷേ ഓരോ സ്ഥലത്തോളം കാഴ്ചകളാണ്. ഇനി കാഴ്ചകളൊന്നുമില്ല, ഇനി എയർപോർട്ടിലോട്ടാണ് നേരെ പോകുന്നത്. ഇപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. കാശ്മീർ ട്രിപ്പിന് ഒരു പര്യവസാനം വന്നിരിക്കുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് ഇറ്റ് വാസ്. നല്ലൊരു ഓർമ്മകൾ തന്നെയാണ്, മെമ്മറീസ്. സോ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിനൊക്കെ സൈനിങ് ഔട്ട് ആൻഡ് യു ആർ വാച്ചിങ് ആത്മചന്ദ്ര വ്ളോഗ്സ്.